നമസ്കാരം. UB മാത്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ SLC മാത്സ് റിവിഷൻ ക്ലാസിന്റെ 4ാമത്തെ സെഷനിലേക്ക് മുഴുവൻ കുട്ടികളെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെഷൻ 4 ഡിസ്കസ് ചെയ്യുന്നത് 2 ചാപ്റ്ററാണ്. ട്രിഗ്നോമെട്രിയും സോളിഡ്സും, ത്രികോണമിതിയും ഘനരൂപം എന്ന 2 ചാപ്റ്ററാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ത്രികോണമിതിയിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് നമുക്ക് റീകോൾ ചെയ്ത് നോക്കാം. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കാര്യമുള്ളത് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ ഉൾപ്പെടുന്ന പ്രോബ്ലം. അപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ട ത്രികോണം, അതിന്റെ ഒരു കോണ് 45 ഡിഗ്രി ആണെങ്കിൽ രണ്ടാമത്തെ കോണ് ഓട്ടോമാറ്റിക്കലി 45 ആവും. അങ്ങനെയാണ് വശങ്ങൾ 1:1:√2 ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. 1:1:√2 ആണ് സൈഡ്സിന്റെ റേഷ്യോ. 1:1:√2 ആണ്. ഇനി ഇതേ ത്രികോണം മട്ട ത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിള് ഒരു ആംഗിള് 30 ഡിഗ്രി ആവുകയാണ്. ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് 60 ഡിഗ്രി ആവും. അങ്ങനെയാണെങ്കിൽ 1:√3:2 എന്നാണ് റേഷ്യോ. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് √2 ആണ്. ഓക്കെ. ഇനി ഇതേപോലെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു റേഷ്യോ ആണ് ഒരു ട്രയാങ്കിള് 30-30-120 വരികയാണെങ്കിൽ, 30-30-120 ആണെങ്കിൽ ഇതിനും ഇതേപോലെ നമുക്ക് റേഷ്യോ പറയാം 1:1:√3 ആയിരിക്കും. ചില ചോദ്യങ്ങള് ഈ റേഷ്യോ കിട്ടുകയാണെങ്കിൽ നേരെ ഉപയോഗിച്ച് എളുപ്പം പറയാൻ പറ്റും. അപ്പൊ 1:1:√3 ആണ്. 30-30-120 ആണെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ. അപ്പൊ സൈഡ്സിന്റെ റേഷ്യോ ഉൾപ്പെടുന്ന നേരിട്ട് കാണുന്ന 3 സിറ്റുവേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഇതിനകത്ത് ഇതുപയോഗിച്ച് നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാന്, വശങ്ങൾ കണ്ടുപിടിക്കാന്, നീളം കണ്ടുപിടിക്കാന് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പൊ അടുത്തത് ഇതേപോലെ ഒരു മട്ട ത്രികോണം റൈറ്റ് ട്രയാങ്കിള് ഏതെങ്കിലും ഒരു അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്ത് ഇതിന്റെ ഓപ്പോസിറ്റ് എതിർവശം വരുന്നത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്നും 90ക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോണിസ് അഥവാ കർണം എന്നും, കർണം അല്ലാത്ത തൊട്ടടുത്ത് വരുന്നതിന് നമ്മള് അഡ്ജസന്റ് സൈഡ് സമീപവശം എന്ന് പറയുന്നു. ഇപ്പൊ ABC ആണ് ട്രയാങ്കിൾ എങ്കിൽ ആംഗിൾ ബിനെ ബേസ് ചെയ്താല് BC എന്നുള്ള ഓപ്പോസിറ്റ് എതിർവശമാണ്, AC എന്ന ഹൈപ്പോണിസ് കർണമാണ്, AB എന്നത് അഡ്ജസന്റ് സൈഡ് സമീപവശമാണ്. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ അടുത്തത് ഇതെന്ന് നമ്മള് സൈൻ A എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ സൈൻ A എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് അടുത്ത് പറഞ്ഞത്. സൈൻ A എന്നുള്ളത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണിസ്, എതിർവശം ബൈ കർണമാണ്. എതിർവശം ബൈ കർണമാണ്. കോസ് എന്ന് പറയുന്നത് സമീപവശം ബൈ കർണമാണ്, അഡ്ജസന്റ് ബൈ ഹൈപ്പോണിസ് ആണ്. ടാൻ എന്ന് പറയുന്നത്, ഇനി പഠിക്കുന്ന സമയത്ത് ടാൻ നമ്മൾ വേറെ സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ടാൻ നമ്മൾ ഒരുമിച്ച് പറയാണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്, എതിർവശം ബൈ സമീപവശം. ഈ കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിൽ ഓർമ്മയുണ്ടാവണം, എന്നാലേ നമുക്കിത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്തത് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ കാണാനുള്ള ചോദ്യത്തില്, വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തിൽ, ഇങ്ങനെയുള്ള പല ചോദ്യത്തിലും നമുക്ക് ഈ സാധനം അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഇനി അടുത്തത് ഇതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ എന്നുള്ള ഭാഗമാണ്. ടാനൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സൈനൊക്കെ ഉപയോഗിച്ചിട്ട് ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ വരുന്ന ഭാഗങ്ങളുടെ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഓക്കെ. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ റേഷ്യോ വരുന്ന, അംശബന്ധം വരുന്ന ഒരു ചോദ്യം വരികയാണ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഒരു ആംഗിൾ 45 ആണ്, ഒരു ആംഗിൾ 30 ആണ്. PQ എന്നുള്ള സൈഡ് 8 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമ്മൾ PQ എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്. PQ എന്നുള്ളത് 8 സെന്റിമീറ്റർ ആണ്. PQ 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് PS-ന്റെ ലെങ്ത് എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന എന്ത് ചോദിച്ചാലും നമ്മൾ അറിയേണ്ടത് 30-ഓ 45-ഓ അതുപോലെ 60-ഓ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ റേഷ്യോ ആയിരിക്കും ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം. അപ്പൊ ആ റേഷ്യോ ഒന്ന് നോട്ട് ചെയ്യണം, നല്ലതാണ്. റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ സൈഡ്സിന്റെ റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 30 ഓട്ടോമാറ്റിക്കലി ഇവിടെ 60 വരും, 90 വന്നു. അപ്പൊ സൈഡ്സ് 1:√3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. 1:√3:2. 2ന് പകരം 8 ആണ്. അങ്ങനെയാണ് 1ന് പകരം 2ന്റെ ഹാഫ് ആണ്. അപ്പൊ 8ന്റെ ഹാഫ് 4 വരും, പകുതി വരും. 2ന് പകരം 8 ആണ്.
2ന്റെ പകുതിയാണ് 1, അങ്ങനെയാണ് 8ന്റെ പകുതി 4 വരും. 1 എന്നുള്ള √3 ആവണം, അങ്ങനെയാണ് ഇവിടെ 4√3 വരും. അപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് പി എസ് എന്നത് 4 സെന്റിമീറ്റർ എന്ന് വന്നു. അതിന്റെ കൂടെ തന്നെ എസ് ക്യു എന്നത് 4√3 സെന്റിമീറ്റർ എന്ന് വന്നു. ഇനി ഇതിന്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കണം. പരപ്പളവ് ആണല്ലോ സൂത്രാക്കി നമുക്കറിയാം, ഹാഫ് ബി എച്ച് ആണ്. പരപ്പളവ് കാണാന് ഹാഫ് ബി എച്ച് എന്ന ഫോർമുല ഉപയോഗിക്കാം. ബി എന്ന് പറയുന്നത് ബേസ് ആണ്, എച്ച് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. അതിനാണ് ഈ ബേസ് കംപ്ലീറ്റ് കിട്ടണം. ഇപ്പൊ നമുക്ക് കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ട് 4√3. ഇനി ബാക്കിയുള്ള RS ഓർഡർ കിട്ടണം. അതിന് വേണ്ടി രണ്ടാമത്തെ ഈ ട്രയാങ്കിൾ എടുക്കുക. 90 ഡിഗ്രി 45, ഓട്ടോമാറ്റിക്കലി ഇത് 45 ആയിരിക്കും. 45 45 90 വന്ന സൈഡ്സിന്റെ റേഷ്യോ 1:1 √2 ആണ്. 1:1 √2 എന്നുള്ള റേഷ്യോയിലാണ് വരിക. ഇത് 4 ആണെങ്കിൽ അപ്പൊ ഇവിടെയും 4 വരും. RS എന്നത് 4 സെന്റിമീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ QR എന്ന മൊത്തം അളവ് 4 + 4√3 4 + 4√3 സെന്റിമീറ്റർ വരുന്നു. ഇനി ഏരിയ ഹാഫ് ബി എച്ച് എന്നുള്ള ഏരിയ കാണാന് 1/2. ബി എന്നത് 4 + 4√3 ആണ്. എച്ച് എന്നുള്ളത് 4 ആണ്. ഈ 4നെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 ടൈംസ് വരും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 4 8 + 2 × 4√3 8√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ശരിക്കത് റേഷ്യോ വെച്ചിട്ട് സൈഡ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ശരിക്ക് ഏരിയക്ക് അതിന്റെ കൂടെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് ചോദ്യം വന്നോളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ റേഷ്യോ വരുന്ന ചോദ്യം തന്നെയാണ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 60 ആണ്. എ ബി എന്നുള്ള സൈഡ് 11 ആണ്. എ സി എന്നുള്ള 8 ആണ്. എ ബി 11 ആണ്, എ സി 8 ആണ്. സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബത്തിന്റെ നീളം എത്രയാണ്? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് റഫ് ആയിട്ട് ഒരു ഫിഗർ വരക്കാം. അപ്പൊ ഈ ചോദ്യങ്ങളുടെ പറഞ്ഞുള്ള മെഷേഴ്സ് ഒക്കെ ഒന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. എ ബി സി ബി ദ ട്രയാങ്കിൾ. അതിൽ എ ബി എന്നത് 11 സെന്റിമീറ്റർ ആണ്. എ ബി 11 ആണ്. എ സി എന്നത് 8 സെന്റിമീറ്റർ ആണ്. ആംഗിൾ എ എന്നത് 60 ഡിഗ്രിയാണ്. കോൺ എ എന്നുള്ളത് 60 ഡിഗ്രിയാണ്. ആദ്യം സിയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്താണെന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സി ടു എ ബി? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ വന്നുകൊണ്ട് ഈ ആംഗിൾ 30 90 ഈ ആംഗിൾ 60 90, അപ്പൊ ഇത് 30 വന്നു. 30ക്ക് ഓപ്പോസിറ്റ് 1, 90ക്ക് ഓപ്പോസിറ്റ് √3 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. ഇവിടെ 2ന് പകരം 8 ആണ്. അങ്ങനെയാണെങ്കിൽ 1ന് പകരം 4 എന്ന് വരും. √3ക്ക് പകരം 4√3 വരും. Therefore H = 4√3 സെന്റിമീറ്റർ വരുന്നു. Then what is the area of triangle ABC? ഏരിയ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ കാണാന് ഇവിടെ നേരത്തെ വ്യത്യാസമായിട്ട് ബി എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബേസ് 11 ആണ്. എച്ച് എന്നുള്ളത് 4√3 ആണ്. ഈ 4നെ 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 ടൈംസ് വരും. 11 × 2 22√3 സെന്റിമീറ്റർ സ്ക്വയർ. 22√3 സെന്റിമീറ്റർ സ്ക്വയർ ഹാഫ് ബി എച്ച് എന്നുള്ള. ഓക്കെ, then let us going to the next ചോദ്യം. നമുക്ക് അടുത്തൊരു ചോദ്യം നമ്മളെ മോൾ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തം തന്നിട്ടുണ്ട്. അതിനകത്തൊരു ത്രികോണം വരച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്കിത് കാണുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചത്. സെമി സർക്കിൾ ആംഗിള് 90 ഡിഗ്രിയാണ് പഠിച്ചത്. കാര്യം നമുക്ക് ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ മനസ്സിലേക്ക് വരണം. അപ്പോ ആദ്യത്തെ പോയിന്റ് ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും എന്ന് തിരിച്ചറിയുന്നത്. ഇതന്നെ ഇവിടുത്തെ ആദ്യ ചോദ്യം. ആംഗിൾ ബി എസ് സി എത്രയാണെന്നാണ്. അപ്പൊ ഫസ്റ്റ് ആംഗിൾ ബി എ സി = 90 ഡിഗ്രി ആണ്. റീസൺ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോണാണ്. അർദ്ധവൃത്തത്തിലെ കോണായതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. ഇനി അർദ്ധവൃത്തത്തിന്റെ ആരം എത്രയാണെന്ന്, അപ്പൊ ഈ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ആരം കണ്ടുപിടിക്കുന്നതിന് പകരം ബി സി എന്നുള്ള വ്യാസം കണ്ടുപിടിച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിച്ച് അതിന്റെ ഹാഫ് എടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ റൈറ്റ് ആംഗിൾ ആലോചിക്കാം. ഈ ആംഗിൾ ആണ് തന്നത്.
ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കർണം കണ്ടുപിടിക്കണം. കർണം കണ്ടുപിടിക്കണം. എതിർവശമാണ് തന്നിട്ടുള്ളത്, കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് വരുന്നത് എന്തായിരുന്നു? സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ആലോചിക്കേണ്ട കാര്യം, ഏത് റിലേഷൻ ഉപയോഗിക്കണം എന്നുള്ളത്. ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്, അത് ഞാൻ സൈൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് sin 40 ആണ് എടുക്കേണ്ടത്, മനസ്സിലാക്കാം. sin 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 5 ബൈ ഹൈപ്പോട്ന്യൂസ് അറിയില്ല, BC എന്ന്. sin 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് താഴെയാണ്, അതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് എടുക്കാം. 40 എന്നുള്ളത് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ BC ഈക്വൽ ടു 5 ബൈ sin 40 വരുന്നു. 5 ബൈ ഈ sin 40 എന്നുള്ളത് ക്വസ്റ്റ്യന്റെ കൂടെ ടേബിൾ ഉണ്ടാവും, ആ ടേബിളിൽ നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നോക്കി ഐഡന്റിഫൈ ആണ്. sin 40 എന്ന് പറഞ്ഞത് 2 ഡിജിറ്റ് എടുത്താലും മതി, 0.64 ആണ് വരിക. 0.64. ഇനി ഇത് ഡിനോമിനേറ്റർ ഡെസിമൽ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഡെസിമൽ ഒഴിവാക്കണം. അപ്പൊ നമുക്ക് 2-3 രീതിയിൽ ആലോചിക്കാം. എന്തായാലും ഒരേ സാധനം തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ 0.5 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ് ഇട്ടുക, 0.64. എന്നിട്ട് 2നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നു. 500/64 ആണ്. 500നെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 500നെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 64 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു സാധനം 10 into 64, 1064 എന്ന് പറഞ്ഞാൽ 640, അത്രയില്ല. അപ്പൊ നമ്മൾ ആദ്യം 5 പ്രാവശ്യം എടുക്കാം. 564 എന്ന് പറഞ്ഞത് 320 ആണ്. മൈനസ് ചെയ്യുന്നു, കുറച്ചപ്പോ 180 വരുന്നു. 180-ല് 364 എന്ന് പറയുമ്പോൾ 180-നേക്കാളും കൂടുതൽ വരും, 172 വരും, 192 വരും. അപ്പൊ അത് 2 എണ്ണാണ് വരുന്നത്. 2 പ്രാവശ്യം. 264, 128, 2 5 52. ഇനി ഉണ്ടാവില്ല. അന്നേരം നമ്മൾ ഒരു 0 ഇട്ടു, പോയിന്റ് ചേർത്തു. 520-ല് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 520-ല് എത്ര പ്രാവശ്യം വരും നോക്കാം. നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 7 പ്രാവശ്യമാണെങ്കിൽ 448 വരും. 448. അപ്പൊ 8 പ്രാവശ്യം വരുന്നു കരുതാം. 4 8 32, 4 8 32, സിസ്റ്റം 3, 48 3 51, 512. പോയിന്റ് നമുക്കൊരു ഡിജിറ്റൽ അവസാനിപ്പിച്ചു. അപ്പൊ ഇതിന്റെ ആൻസർ 5 + 2 + 0.8 സമം 7.8 ആണ് ആൻസർ വരുന്നത്. 7.8 ആണ് BC എന്നുള്ള മൊത്തം ഡയമീറ്റർ വരുന്നത്. BC എന്നുള്ള ഡയമീറ്റർ 7.8 ആണ്. അങ്ങനെയാണ് റേഡിയസ് 7.8-ന്റെ പകുതി 3.9 സെന്റിമീറ്റർ. 3.9 സെന്റിമീറ്റർ. അടുത്തത് ത്രികോണ ABC-യുടെ ചുറ്റളവ് എന്താണ്? അപ്പൊ നമുക്ക് അറിയുന്നത് ഈ സൈഡ് അറിയാം, ഇത് 7.8 ആണെന്ന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോ AB എന്നുള്ള അളവും കൂടെ കിട്ടിയാല് എന്ത് പറ്റുള്ളൂ? ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ AB എന്നുള്ള അളവ് കാണാൻ എന്താണ് മാർഗം? ആലോചിച്ച് നോക്കാം. ഇവിടുന്ന് ഈ ആംഗിൾ അറിയാം, ഇതിന്റെ അഡ്ജസന്റ് സൈഡ് സമീപവശം കാണണം, കർണം അറിയാം. അഡ്ജസന്റ് സൈഡ് സമീപവശം കണ്ടുപിടിക്കണം, കർണം അഥവാ ഹൈപ്പോട്ന്യൂസ് അറിയാം. അങ്ങനെയാണെങ്കിൽ കോസ് ആണല്ലോ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ കോസ് എടുത്തു കഴിഞ്ഞാല് കോസ് 40 സമം സമീപവശം ബൈ കർണം എന്ന് വരുന്നു. സമീപവശം ബൈ കർണം. അപ്പൊ സമീപവശം എന്നില്ല, AB ബൈ കർണം എന്നത് 7.8. ഇനി കോസ് 40 നമുക്ക് ടേബിൾ വെച്ച് കണ്ടുപിടിക്കാം. 0.76 ആണ്. ഈ 0.8-നെ ഇപ്പുറത്തേക്ക് എടുക്കാം. 7.8 വരുന്നു, ഈക്വൽ ടു AB. Therefore AB equal to 7.6 into 7.8, 7.6 into 7.8, 6 8 48, സിസ്റ്റം 4,
7 56 4 60, 6 7 42, 4 49, 53, 8 2 9 5, 5.928 സെന്റിമീറ്റർ. ഇനി നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാം. ചുറ്റളവ് കാണാന് ഒരു വശം 5 ആണ്, വേറൊരു വശം 7.8 ആണ്, വേറൊരു വശം 5.928 ആണ്. അങ്ങനെയാണെങ്കിൽ 5.928 പ്ലസ് 5 പ്ലസ് 7.8, 8 2 7 18, 18.728 സെന്റിമീറ്റർ. ഇതാണ് ചുറ്റളവ് വരുന്നത്. വീണ്ടും നമ്മൾ സൈന് കോസ് ഉപയോഗിച്ച് വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. തോന്നുന്നത് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയായിരിക്കും നല്ലത് തോന്നുന്നു. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ചില ആളുകൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഒന്നാമത്തെ ആംഗിൾ BAC എത്രയാണെന്നാണ്, അത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. സെമി സർക്കിൾ ആംഗിൾ ആയതുകൊണ്ട് 90 ആയിരിക്കും, അർദ്ധവൃത്തത്തിലെ കോണായതുകൊണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എതിർവശം തന്നിട്ടുണ്ട്, സമീപവശമായ കർണം കണ്ടുപിടിക്കണം. അല്ല സോറി, ഹൈപ്പോട്ന്യൂസ് ആയ കർണം കണ്ടുപിടിക്കണം. അപ്പൊ എതിർവശം തന്നിട്ടുണ്ട്, കർണം കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ന്യൂസ് കാണണം. അപ്പൊ ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും ഉൾപ്പെടുന്നത് സൈൻ എന്ന ബന്ധമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈൻ ആണ് എടുക്കേണ്ടത് മനസ്സിലാക്കുക. അപ്പൊ അതില് ഓപ്പോസിറ്റ് എന്നുള്ളത് 5 ആണ്, ഹൈപ്പോട്ന്യൂസ് നമുക്ക് അറിയില്ല, BC ആണ്, ഈക്വൽ ടു സൈൻ 40 വരുന്നു. ഈ BC ആണ് കാണേണ്ടത്, അതുകൊണ്ട് സൈൻ 40 ഇങ്ങോട്ട് എടുക്കുക, BC എന്നല്ലേ ഇപ്പുറത്തേക്ക് എടുക്കുക. 5/sin 40 സമം BC എന്ന് വരുന്നു. 5/sin 40 എന്നുള്ള ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാണ്. ടേബിൾ ക്വസ്റ്റിന്റെ കൂടെ ഉണ്ടാവും. അത് 0.64 2 ചുരുക്കി എടുക്കുക. അപ്പൊ BC അങ്ങനെയാണെങ്കിൽ BC ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടു 7.8 സെന്റിമീറ്റർ എന്നാണ്. ഡിവൈഡ് ചെയ്ത് നേരത്തെ കാണിച്ചു, അപ്പൊ അതിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 7.8 സെന്റിമീറ്റർ വരുന്നു. ഇനി ഇതുപോലെ അടുത്തത് ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ എന്നാണ്. ഇത് BC ആണ്, നമുക്ക് റേഡിയസ് ആണ് ചോദിച്ചത്. 7.8 ഡിവൈഡ് ബൈ 2 3.9 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ചുറ്റളവ് കിട്ടണമെങ്കിൽ, പെരിമീറ്റർ കിട്ടണമെങ്കിൽ ഈ സൈഡും കൂടെ അറിയണം. ഈ സൈഡ് എന്ന് പറഞ്ഞ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡാണ്, സമീപവശമാണ്. അപ്പൊ നമുക്ക് കർണം അറിയാം. കർണം എന്നുള്ളത് നേരത്തെ പറഞ്ഞപ്പോ ഒന്ന് മാറിപ്പോയെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കട്ടോ, നേരത്തെ പറഞ്ഞാല് ചെറുതായിട്ട് മാറിയോന്ന് സംശയമുണ്ട്. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്, അത് കോസ് ആണ്, കോസ് 40. അപ്പൊ അഡ്ജസന്റ് സൈഡ് നമുക്ക് അറിയില്ല, AB. കർണം എന്നത് 7.8 എന്നാണ്, കോസ് 40 എന്നാണ് 0.76. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. AB സമം 0.76 ഇൻറ്റു 7.8. ഇത് നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു 5.928 എന്നാണ് കിട്ടുന്നത് സെന്റിമീറ്റർ. അപ്പൊ AB കിട്ടി. ഇനി ചുറ്റളവ് കിട്ടാൻ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, നേരത്തെ കാണിച്ചല്ലോ, അപ്പൊ ആഡ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഈ സമീപവശം കണ്ടുപിടിക്കാൻ, ഈ സൈഡ് AB കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു കാര്യം എടുക്കുവാണെങ്കിൽ, നമുക്ക് ഈ ആംഗിൾ ഇപ്പൊ 50 ഡിഗ്രി ആണെന്ന് അറിയാലോ, 90 ആകുമ്പോൾ 50 ഡിഗ്രി. അതിന്റെ ടാൻ എടുത്താലും നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ ചെറിയ വ്യത്യാസം വരും. ഈ ഡെസിമലുള്ള കളികൾ കുറച്ച് കുറഞ്ഞ് കിട്ടുന്ന അർത്ഥം. അപ്പൊ ഇതാണ് എടുക്കണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. നമുക്ക് അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പൊ അത് ടാൻ 50 ആയിരിക്കും വരുന്നത്. ടാൻ 50 വരുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആയ 5 വരുന്നു. ഇപ്പൊ ടാൻ 50 വരുന്നു. ഇനി ഈ ടാൻ 50 നമുക്ക് ടേബിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അത് ഏകദേശം 1.2 ആണ് വരിക.
അപ്പോ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള എ ബി എന്നുള്ളത് 5 ഇൻറ്റു 1.19 വരുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എ ബി കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരം ഇതേപോലെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ചെറിയ വ്യത്യാസം വരും, കാരണം നമ്മൾ രണ്ടക്കത്തേക്ക് ചുരുക്കുന്നുണ്ട്. 5 9 45 ശിഷ്ടം 4 5ഉം 4ഉം 9 5 5.95 സെന്റിമീറ്റർ. നേരത്തെ 5.928 എന്നുള്ളത് 5.95 എന്നുള്ളത് നമ്മൾ ഡെസിമല് ചുരുക്കി എടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ചെറിയ മാറ്റമാണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനില് സൈൻ 40 വന്ന 40ന്റെ സൈനും കോസും ടാനും ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരലുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ടേബിൾ മൊത്തം തരുന്നതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ തന്നെ എടുക്കണമെന്നില്ല, ഇപ്പുറത്തെ ആംഗിൾ എടുത്താലും മതി. ഇപ്പുറത്തെ ആംഗിൾ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ പുതിയ സാഹചര്യവും നമുക്ക് എങ്ങനെ അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ലാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. നമ്മള് in triangle ABC, AB 9, angle C 65, angle B 50. What is the circumradius of triangle ABC? Find the length of AC and BC. ത്രികോണം ABC യില് കോൺ B 40 ആണ്, AB 20 സെന്റിമീറ്റർ, BC 32 സെന്റിമീറ്റർ. ഈ ചോദ്യം മാറിപ്പോയി. നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് ഉണ്ടാകുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ ത്രികോണം ABC യില് കോൺ C 65 ആണ്, കോൺ B 50 ആണ്. അങ്ങനെയാണെങ്കിൽ ത്രികോണ ABC-യുടെ സർക്കും റേഡിയസ് കണ്ടുപിടിക്കണം. ഇതാണ് ശരിക്ക് ചോദ്യം ഉള്ളത്. ഇംഗ്ലീഷ് മലയാളം മാറിപ്പോയി. മലയാളം ചോദ്യം ഇതാണ്. നേരത്തെ AB 9, C 65, B 50 ആണ്. അങ്ങനെയാണെങ്കിൽ ത്രികോണ AC-യുടെ പരിവൃത്ത ആരം എന്താണ്, AC BC എന്നിവയുടെ നീളം കണ്ടുപിടിക്കണം. ഈ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ വന്നത്. ഒന്ന് കേൾക്കുന്ന മലയാളം മീഡിയം കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ ട്രാൻസ്ലേഷൻ അടുത്ത ചോദ്യത്തിലാണുള്ളത്. അപ്പൊ നമ്മൾ ഇതിന് ആൻസർ പറയുന്നു, ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ വരുന്ന നേരം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ് ചോദ്യം. ഒരു ചിത്രമുണ്ട് ക്വസ്റ്റ്യനില്. ഈ ചിത്രത്തില് ഒരു കോണ് C 65 ആണ്, ഇത് 50 ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം. അങ്ങനെയാണ് സർക്കം റേഡിയസ് അഥവാ പരിവൃത്ത ആരം എത്ര എന്നാണ് ചോദ്യം. പരിവൃത്ത ആരം എത്രയാണെന്ന് ചോദ്യം. ഇതല്ല കേട്ടോ, ഇംഗ്ലീഷിൽ ഇതല്ല ചോദ്യം, ശ്രദ്ധിക്കണേ. ഇംഗ്ലീഷ് മീഡിയത്തില് ബാക്കിലുള്ള ഇതാണ് ചോദ്യം. മലയാളത്തിന് അറേഞ്ച് ചെയ്തപ്പോ ഒന്ന് ചെറുതായി പാളിപ്പോയി. ഓക്കെ, ഇതില് ഒരു കോണും അതിന്റെ എതിർവശം അറിയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് A ആണ്, ഇതിന്റെ റേഡിയസ് ഒരു 6 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു A ഈക്വൽ ടു 2R സൈൻ A ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതുപോലെ ബിയോ സിയോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ആവാം. അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ എടുക്കുന്നത് ഈ ആംഗിൾ C ആണ്. ഇത് C വരുമ്പോ C ഈക്വൽ ടു 2R സൈൻ C വരുന്നു. നമുക്ക് ഇതിന്ന് 2R ഈക്വൽ ടു എന്നുള്ളത് എന്താക്കി മാറ്റാം, C ബൈ സൈൻ C എന്ന് എഴുതാം. C എന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് സൈഡ് 9, സൈൻ C എന്ന് പറഞ്ഞത് സൈൻ 65 ഈക്വൽ ടു 9 ബൈ സൈൻ 65.9 ആണ്. നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 9 ബൈ 0.9 ഈക്വൽ ടു 10 വരുന്നു. അപ്പൊ 2R എന്നത് 10 ആണ്. അങ്ങനെയാണ് ഇതിന്റെ റേഡിയസ് 10 ബൈ 2 5 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതേ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സൈഡ് കണ്ടുപിടിക്കുക. ഈ ആംഗിൾ അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാം. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അതിനെ B എന്ന് എടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് B എന്നുള്ളത് 2R സൈൻ B എന്ന് വരും. ഇവര് 2R എന്നത് നേരത്തെ നമ്മൾ കണ്ടു, 2R എന്നത് 10 ആണ്. അപ്പൊ 10 ഇൻറ്റു സൈൻ B എന്നുള്ളത് 50 ആണ്. അപ്പൊ 10 ഇൻറ്റു സൈൻ 50 എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു 0.76 ആണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.6 സെന്റിമീറ്റർ ആണ്. ഇനി തേർഡ് സൈഡോടെ കാണാം, BC കണ്ടുപിടിക്കണം. BC കാണാൻ നമുക്ക് ആംഗിൾ A എത്രയാന്ന് കണ്ടുപിടിക്കണം. ആംഗിൾ A എന്നുള്ളത് ടോട്ടൽ 180 ആണ് ട്രയാങ്കിളിൻ്റെത്. 180 എന്ന് രണ്ട് ആംഗിൾ മൈനസ് ചെയ്യണം. ക്വസ്റ്റിൽ തന്ന രണ്ട് ആംഗിൾസ് ഒരു 50 ഉണ്ട്, 65 ഉണ്ട്. ദാറ്റ് ഈസ് 180 മൈനസ് 115 അഗൈൻ 65. അപ്പൊ ഇത് 65 തന്നെ വന്നു. അങ്ങനെയാണെങ്കിൽ 65 തന്നെ വന്നുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി.
എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സൈഡ് 9 എന്നായിരിക്കും. therefore BC equal to AB equal to 9 centimeter. Okay, then അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ട്രയാങ്കിൾ എ ബി സിയില് ആംഗിൾ ബി 40 ആണ്, എ ബി 20 ആണ്, ബി സി 32 ആണ്. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി സി. what is the area of triangle ABC? what is the area of triangle ABC if angle B equal to 140 degree? അതിന്റെ മലയാളമാണ് ഇതിന്റെ കൂടെ വന്നു പോയത്. ത്രികോണം എ ബി സിയിലെ കോൺ ബി 40 ഡിഗ്രി ആണ്, എ ബി 20 ആണ്, ബി സി 32 ആണ്. എയിൽ നിന്ന് ബി സിയിലേക്കുള്ള ലംബത്തിന്റെ നീളം എത്രയാണ്? പരപ്പളവ് എത്രയാണ്? പരപ്പളവ് 140 ആണെങ്കിൽ എത്രയായിരിക്കും കോൺ? ഓക്കെ, നമുക്കപ്പോ നേരത്തെ പറഞ്ഞ പോലെ ചിത്രം ഇല്ലെങ്കിൽ ഒരു ചിത്രം വരക്കാം. എ ബി സി എന്നുള്ള ത്രികോണം എ ബി സി, എയിൽ നിന്ന് ബി സിയിലേക്ക് വരക്കാന്ന് പറഞ്ഞുകൊണ്ട് എ എന്നുള്ള മുകളിലാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യത്തിൽ നമുക്ക് ചിത്രം വരക്കാം. ഇനി ആംഗിൾ ബി എന്നത് 40 ആണ്, എ ബി എന്നത് 20 സെന്റിമീറ്റർ ആണ്, ബി സി എന്നുള്ളത് 32 ആണ്. എയിൽ നിന്ന് ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് ലെങ്ത് എന്തായിരിക്കും? ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയ ഹൈപ്പോട്ടന്യൂസ് അറിയാം, എതിർവശം കാണണം, കർണം അറിയാം. ഇപ്പൊ എതിർവശം ബൈ കർണം എന്നില്ല സൈൻ ആണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇതാണ് ചോദ്യത്തിൽ ചെയ്യുമ്പോൾ മനസ്സിലാവേണ്ട സാധനം. കണ്ടുപിടിക്കേണ്ട വശം, തന്നിട്ടുള്ള വശം തമ്മിലുള്ള റേഷ്യോ. കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ്, തന്നിട്ടുള്ളത് 90ക്ക് ഓപ്പോസിറ്റ് ആയ ഹൈപ്പോട്ടന്യൂസ് കർണമാണ്, അപ്പൊ സൈൻ ആണ്. അപ്പൊ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡിനെയാണ് നമ്മൾ ഹൈറ്റ് ആയ എച്ച് എടുത്തത്. കർണം എന്നുള്ളത് 20 ആണ്, ഈക്വൽ ടു സൈൻ കോൺ എന്നുള്ള ഇവിടെ 40 ആണ്. അങ്ങനെയാണ് എച്ച് കിട്ടാൻ ഇത് നിങ്ങളുടെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എച്ച് ഈക്വൽ ടു 20 ഇൻറ്റു സൈൻ 40 കൊണ്ട് നമ്മൾ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2 ഡിജിറ്റ് എടുത്ത് ചെയ്താൽ മതി. 0.64 ആണ് വരുന്നത്. ഇത് ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ, എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. 0.64 മൾട്ടിപ്ലൈ ചെയ്തത് 12.8 സെന്റിമീറ്റർ. ഇതാണ് പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ്. അടുത്ത ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്താണ്? അപ്പോൾ ഏരിയ കാണാൻ ഹാഫ് ബി എച്ച് ആണ് ഫോർമുല. 1/2 ഇൻറ്റു ബി ഈക്വൽ ടു 32 ആണ്. 32 ഇൻറ്റു എച്ച് എന്നുള്ളത് 1/2 ഇൻറ്റു 32 ഇൻറ്റു എച്ച് എന്നുള്ളത് 12.8 ആണ്. ഒരെണ്ണത്തിന് നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. 2നെ 12.8 കൊണ്ട് കട്ട് ചെയ്താൽ അത് 6.4 വരും. അങ്ങനെയാണെങ്കിൽ 32 ഇൻറ്റു 6.4 എടുക്കുന്നു. 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 3 12, 6 ഇൻറ്റു 2 12, 18 19, 8 4 2 0. 204.8 സെന്റിമീറ്റർ സ്ക്വയർ. പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണ് ഇവിടെ ഉള്ളത്. ആൻസറിൽ ഒരു ഡിജിറ്റ് വരുന്ന പത്തിൽ പോയിന്റ് ഇടുന്നു. 204.8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് പരപ്പളവ്. ഇനി നമ്മൾ അറിയേണ്ടത്, ഇപ്പോൾ 9th നമ്മൾ പഠിച്ച ചില പ്രത്യേകത ഉണ്ട്. അപ്പൊ ആ പ്രത്യേകത പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു. ഈ ആംഗിള് 40 ആണ്, ഇത് 32 ആണ്, ഇത് 20 ആണ്. ഈ 32 ഇതേപോലെ ഇങ്ങോട്ട് നീട്ടി വരച്ചു എന്നിട്ട് ജോയിപ്പിച്ചാലേ ഈ രണ്ട് സൈഡ് മാറുന്നില്ല, ആംഗിൾ പക്ഷെ 140 ആവും. ഇത് മിഡ് പോയിന്റും ആവും. അങ്ങനെയാണെങ്കിൽ സെയിം ഏരിയ ആയിരിക്കും 9th പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളുടെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾസ് സെയിം ഏരിയ ആയിരിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ ബി എന്നത് 140 ആയാലും ഏരിയ എന്നത് 204.8 204.8 സെന്റിമീറ്റർ സ്ക്വയർ ആയി മാറാത്ത. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നു. നമ്മള് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഭാഗത്തേക്ക് മാറുന്നു. ഒരു എ ബോയ് സ്റ്റാൻഡിങ് ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദ അതർ സൈഡ്, angle of elevation 50 degree, stepping back 20 meters back he sees it an angle of 27 degree. Draw a rough figure, find the
ഹൈറ്റ് ഓഫ് ദ ട്രീ, ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ ട്രീ. ഒരു തോടിനകത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ മുകളറ്റ 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 20 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 27 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. മരത്തിന്റെ ഉയരം എന്താണ്? ഒരു റഫായിട്ട് ഒരു ഫിഗർ വരക്കാദ്യം. അതാണ് ആദ്യത്തെ ചോദ്യം. ഒരു മരമുണ്ട്, ഇവിടെ ഒരു തോട് അല്ലെങ്കിൽ ഒരു റിവർ ഉണ്ട്. ഇക്കറുന്ന ഒരു കുട്ടി നിന്ന് നോക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ആംഗിള് 54 ആണ്. ഒരു 20 മീറ്റർ പുറകിലേക്ക് മാറി, അപ്പോൾ ഉണ്ടായ ആംഗിള് 27 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് ഏകദേശം റഫായിട്ട് വരക്കുന്ന ഫിഗർ വരുന്നത്. ഇനി ഈ ഫിഗറിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, നമുക്ക് ഫിഗറിനകത്തുനിന്ന് ആളുടെ ഹൈറ്റ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആളുടെ ഹൈറ്റ് മാർക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കരുത്, ശ്രദ്ധിക്കണം. പലപ്പോഴും കുട്ടികൾക്ക് തെറ്റുന്ന ഒരു പോയിന്റ് അതാണ്. ഈ ചിലപ്പോ തെറ്റുന്ന ഒരു പോയിന്റ്, ഇവിടെ ഒരു ഹൈറ്റും കൂടെ വെറുതെ വരച്ചു വെക്കും. അത് ചോദ്യത്തിൽ ഉണ്ടോ നോക്കണം. ചോദ്യത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് വരക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ ചോദ്യത്തിൽ ഇല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാതെ മതി ചിത്രം. ഇനി നോക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ചോദ്യത്തില്, ഈ ആംഗിളിന്റെ ഡബിൾ ആണ് ഈ ആംഗിൾ എങ്കിൽ, നമ്മളൊരു ട്രയാംഗിളിന്റെ ഔട്ടർ ആംഗിളിനെ കുറിച്ചൊരു സാധനം പഠിക്കുന്നുണ്ട്. ഔട്ടർ ആംഗിൾ എന്നത് ഈ റിമോട്ട് ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. നിയറസ്റ്റ് ആംഗിൾ അല്ലാത്ത രണ്ട് ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. പുറത്തുണ്ടാവുന്ന ഈ ആംഗിള് ഇതിന്റെ തൊട്ടടുത്തല്ലാത്ത രണ്ട് ആംഗിളിന്റെ സമ്മ് തുകക്ക് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ഒരു 20 ആണ്, ഇവിടെ ഒരു 40 എന്ന് പറഞ്ഞാൽ ഇതും കൂടെ കൂടുമ്പോൾ അത് വരേണ്ടത്. അപ്പൊ ഇത് ഡബിൾ ആയി വരണമെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വരണം, എന്നാലേ ഡബിൾ ആവുള്ളൂ. അപ്പൊ ഡബിൾ ആവുക എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ആ ധാരണ മനസ്സിലുണ്ടാവണം. ഡബിൾ ആവുന്നത് ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇതിന് ഡബിൾ ആവുന്ന സമയത്ത് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഇവിടെ ആംഗിൾ എ എന്നതും ആംഗിൾ എ ഡി ബി എന്നതും ഈക്വൽ ആണ്, 27 ഡിഗ്രി ആണ്. കാരണം ഇതിന്റെ സമ്മാണ് ഇവിടെ വരുന്നത്. ഇനി ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്നറിയാം. ഈ സൈഡ് അഥവാ ബി ഡി എന്ന സൈഡ് 27 ഓപ്പോസിറ്റിന് എ ബിക്ക് ഈക്വൽ ആയിരിക്കും. അത് 20 ആണ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇതും 20 മീറ്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഈ ആംഗിൾ ഡബിൾ ആവുന്ന സ്ഥലത്ത് വരുന്ന പ്രത്യേകതയാണ്. ഇനി പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഈ ട്രയാംഗിൾ മാത്രം മതി. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കാണേണ്ടത്. ഹൈപ്പോട്ന്യൂസ് ആണ് അറിയുന്നത്. എതിർവശമാണ് കാണേണ്ടത്. കർണം അറിയാം. എതിർവശം ബൈ കർണമാണ്. അപ്പൊ അത് സൈൻ ആണ് എടുക്കേണ്ടത് മനസ്സിലാവണം. ഈ സാധനം നിങ്ങൾ മനസ്സിൽ വരികയുണ്ടോ? എതിർവശവും കർണമാണെങ്കിൽ സൈൻ ആണ് എടുക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എതിർവശം ബൈ കർണമാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എതിർവശം എന്ന് പറഞ്ഞത് സി ഡി ആണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പേര് കൊടുത്തു. കർണം എന്നത് 20 ആണ്. സൈൻ 54 ആണ്. അപ്പൊ സി ഡി സമം 20 ഇൻറ്റു 20 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ ഗുണിക്കാന്നാവുന്നു. 20 ഇൻറ്റു സൈൻ 54 എന്ന് പറഞ്ഞാൽ 0.8 ആണ് ഏകദേശം വരുന്നത്. അപ്പൊ അത് 16 സെന്റിമീറ്റർ ഏകദേശമാണ് കേട്ടോ. 0.801 എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ 0.8 എടുത്തു, 16 സെന്റിമീറ്റർ ആണ്. അപ്പോ നമുക്കിത് 16 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഈ റിവറിന്റെ വിഡ്ത്ത് അഥവാ നദിയുടെ വീതിയും കൂടെ ചോദിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇനി ഈ അളവും കൂടെ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആലോചിക്കുക. ഈ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡാണ് അറിയാം. അഡ്ജസന്റ് സൈഡാണ് നമുക്ക് തന്നിട്ടുള്ള. വീണ്ടും ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പൊ സമീപവശം കാണണം. കർണം അറിയാം. അത് വീണ്ടും കോസ് ആണ്. സമീപവശത്തിന് നമ്മള് ബി സി എന്ന് പേര് കൊടുത്തു. കർണം 20 ആണ്. കോസ് 54 വരുന്നു. അപ്പൊ ഇതിന്ന് ബി സി ഈക്വൽ ടു 20 ഇൻറ്റു ആൻസർ വരുന്നത് കോസ് 54 വരുന്നത് ഏകദേശം 0.56 എന്നാണ്. ഈക്വൽ ടു 11.2 സെന്റിമീറ്റർ. സോറി, സെന്റിമീറ്റർ അല്ല, നേരത്തെ എഴുതിയെടുത്ത് ഡിസ്റ്റൻസ് ആണ്, മീറ്റർ ആണ്. 16 മീറ്റർ.
ഓക്കെ. പിന്നെ ബി സി വന്നു. ഇതാണ് നമ്മൾ വരുന്നത്. ഇനി ഈ ചോദ്യത്തിന്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട സാധനം, ചിലപ്പോൾ ഇതിന് പകരം ആംഗിൾ റേഷ്യോ വരുന്ന ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. അപ്പോൾ there is a tree, from the foot of a tree some distance away sees the angle 60 degree. ഈ ആംഗിൾ 60 ആവുന്നു. കുറച്ചുകൂടെ പുറകേക്ക് മാറി, ഒരു 40 മീറ്റർ പുറകിലേക്ക് മാറി. അപ്പോൾ ഉണ്ടായ ആംഗിള് ഒരു 30 ഡിഗ്രിയാന്ന് വരും. അപ്പൊ ഇത് 30 60 ആയിട്ടൊക്കെ വരാം, അല്ലെങ്കിൽ റേഷ്യോ വരുന്ന ചോദ്യം കൂടെ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 30 60 ആണ് വന്നിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് സൈനും കോസും ടാനും ഒന്നല്ല ഉപയോഗിക്കേണ്ടത്, പകരം നമുക്ക് റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത്. സൈനും കോസും ടാനും ഉപയോഗിച്ചാലും കിട്ടും, കാരണം പ്രാവശ്യം നമ്മൾ ടേബിൾ മൊത്തം ക്വസ്റ്റ്യന്റെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമല്ല, പക്ഷെ കുറച്ചുകൂടെ ഈസി റേഷ്യോ ആയിരിക്കും എന്നർത്ഥം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് 30 ആയിരിക്കും, ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, അപ്പൊ ഇത് 40 ആയിരിക്കും. വീണ്ടും നമ്മൾ ഈ ട്രയാങ്കിളിലേക്ക് വരുന്നു. ഇത് 60, ഇത് 90, ഇത് 30. അപ്പൊ സൈഡ്സ് 1√3 2 എന്നുള്ള റേഷ്യോ വരുന്നു. 2ന് പകരം 40 ആണ്, അപ്പൊ 1ന് പകരം 20 എന്നാവും, √3ക്ക് പകരം 20√3 ആണ്. ഈ രീതിയിലും ചിലപ്പം ചോദ്യം വരാം. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന്, എ മാൻ സ്റ്റാൻഡിങ് സം ഡിസ്റ്റൻസ് അവേ ഫ്രം ദ ഫൂട്ട് ഓഫ് എ ട്രീ building sees the top at an angle of elevation 60, stepping back 10 meters, then he sees the top at an angle 45. Then what is the height of the building? അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ആലോചിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ ആംഗിളിന്റെ വ്യത്യാസമാണ്. റേഷ്യോ ഒക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അല്ല, പകരം ഇവിടെ ഡബിൾ അല്ല ആംഗിൾ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അപ്പൊ ഒരു ചിത്രം വരക്കാം, നമുക്ക് ഒരു റഫായിട്ട് ഫിഗർ വരക്കാം. There is a tower, a man standing some distance away from the foot of a building. Okay, building അതൊന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ ഒരാൾ നിൽക്കുന്നു. അപ്പോൾ എന്നിട്ട് ടോപ്പിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടായ ആംഗിള് 60 ഡിഗ്രിയാണ്. ഇവിടുന്ന് ഒരു 10 മീറ്ററും കൂടെ പുറകിലേക്ക് മാറി, അപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഉണ്ടായ ആംഗിള് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയാണ്. Then what is the height of the building? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ റേഷ്യോയിലേക്ക് കാരണം ആദ്യം നമ്മൾ ഈ ട്രയാങ്കിൾ മാത്രം എടുക്കുക. 45 ഡിഗ്രി വരുന്ന വലിയ ട്രയാങ്കിൾ എടുക്കും. 45 ഡിഗ്രി വരുന്ന വലിയ ട്രയാങ്കിൾ. അതൊന്ന് നമുക്ക് മനസ്സിലാവുന്നത് AC എന്ന സൈഡും CD എന്ന സൈഡും ഈക്വൽ ആയിരിക്കും. AC എന്ന സൈഡും CD എന്ന സൈഡും ഈക്വൽ ആയിരിക്കും. വേണമെങ്കിൽ നമുക്കിതിനെ ഏതെങ്കിലും ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. BC എന്നുള്ളത് X എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തപ്പോ 10 + X എന്നായി. അങ്ങനെയാണെങ്കിൽ ഇതും 10 + X എന്ന് വരും. 10 + X വരും. ഇനി അടുത്ത പോയിന്റ് കൊണ്ട് ഈ ട്രയാങ്കിൾ എടുക്കുന്നു. 60 90 30 ആണ്. അപ്പൊ 1√3 2 ആണ്. ഇതിന്റെ √3 ടൈംസ് ആണ് ഇത് നടത്തും. എന്ന് പറഞ്ഞാൽ √3x എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 + X കിട്ടണം. √3x = 10 + X. ഈ √3 എന്ന് പറഞ്ഞാൽ ഏകദേശം 1.73 ആണ്. X 1x ഇങ്ങോട്ട് എടുക്കുന്നു, -x = 10 ആണ്. അപ്പൊ അത് 1.73x എന്ന് x - a പറഞ്ഞ 0.73x = 10 ആണ്. അങ്ങനെയാണ് x = 10/0.73 ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഡിവൈഡ് ചെയ്യാൻ കാണിക്കുന്നില്ല, പ്രോബ്ലം മാറുന്നതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്ന നമ്പറൊക്കെ മാറും. ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് 2 wires stretched on either side of attached to the ground making an angle 50 and 45 with the ground. The distance between the feet of the wires is 30 meters. Draw a rough figure. What is the height of the post? നേരത്തെ നമുക്ക് മോഡൽ എക്സാമിന് വന്ന ചോദ്യമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചോദ്യം എളുപ്പം വായിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കി വായിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു ഫിഗർ വരയ്ക്കും. ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അതിന്റെ രണ്ട് ഭാഗത്തേക്കും ഇതിന് മേലെന്ന് ഒരു വയർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിനുണ്ടാക്കുന്ന ആംഗിൾസ് ഒന്ന് 50 ഡിഗ്രിയും 45 ഡിഗ്രിയാണ്. ഒന്ന് 45 ഡിഗ്രിയാണ്, മറ്റതൊന്ന് 50 ഡിഗ്രിയാണ്. ഈ മൊത്തമുള്ള ഡിസ്റ്റൻസ്
30 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എ ബി സി ഡി എന്നുള്ള പോയിന്റ് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ആദ്യം ആലോചിക്കേണ്ടത് ഈ ഹൈറ്റിനെയാണ് കാണേണ്ടത്. അത് നമുക്കൊരു എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് 90 ആണ്, 45 ആണ്, ഇവിടെ 45 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എക്സ് ആയി, എ ഡി എന്നുള്ള എക്സ് ആയി. എ ഡി എന്നുള്ള എക്സ് ആണെങ്കിൽ മൊത്തമുള്ള 30 ആണ്. അപ്പൊ ബി ഡി എന്നുള്ളത് 30 മൈനസ് എക്സ് ആയി, 30 മൈനസ് എക്സ് ആയി. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനം ആലോചിച്ച് നോക്കാം. ഇത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞത് ടാൻ അല്ലേ? ഒന്ന് ഓർത്തേക്കണേ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞത് ടാൻ ആണ്. അങ്ങനെയാണ് നമുക്ക് ടാൻ ഉപയോഗിച്ചിട്ട് കാണുന്നു. ഓപ്പോസിറ്റ് എന്നുള്ളത് എക്സ്, അഡ്ജസന്റ് എന്നുള്ളത് 30 മൈനസ് എക്സ് ഈക്വൽ ടു ടാൻ 50. എക്സ് ബൈ 30 മൈനസ് എക്സ് സമം ടാൻ 50 എന്നുള്ളത് ഏകദേശം 1.2 ആണ് ആൻസർ വരുന്നത്. ടേബിൾ നോക്കി കണ്ടുപിടിക്കുന്നു. നമ്മൾ ഇതിങ്ങോട്ട് അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഈക്വൽ ടു 1.2 ഇൻറ്റു 30 മൈനസ് എക്സ്, ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു 30 ഇൻറ്റു 1.2 എന്ന് പറഞ്ഞാൽ 36 മൈനസ് 1.2 എക്സ്. ഈ 1.2 എക്സ് ഇപ്പുറത്ത് എഴുതുകയാണെങ്കിൽ എക്സ് പ്ലസ് 1.2 എക്സ് ഈക്വൽ ടു 36. അപ്പോൾ 2.2 എക്സ് ഈക്വൽ ടു 36. എക്സ് ഈക്വൽ ടു 36 ബൈ 2.2. ഒന്ന് ചെക്ക് ചെയ്യണേ, എവിടെയെങ്കിലും മാറിപ്പോകേണ്ടത് ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് ഒരു മാർഗം. ഇതുപോലെ ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞത് ഈ ഡിസ്റ്റൻസ് കിട്ടി. ഈ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത് നമുക്ക് ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ബിൽഡിംഗ് സീസ് ദ ടോപ്പ് ഓഫ് ദ ടവർ 100 meters away at an angle of elevation 45 degree. Climbing to the top of the building sees at an angle 40 degree. Draw a rough figure. അപ്പോൾ ഈ ചോദ്യത്തില് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ടവർ ഉണ്ട്. ആദ്യം ബിൽഡിങ്ങിന്റെ ചുവട്ടില് ഒരാൾ നിൽക്കുന്നു. കെട്ടിടത്തിന് ചുവട്ടിൽ നിൽക്കുന്ന ഒരാള് 100 മീറ്റർ അകലെയുള്ള ടവറിന്റെ മുകളറ്റം 45 ഡിഗ്രിയിൽ കാണുന്നു. 100 മീറ്റർ അകലെയുള്ള ടവറിന്റെ മുകളറ്റം 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയപ്പോ 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ആണ്, ഓട്ടോമാറ്റിക്കലി ഇത് 45 ആണ്. അപ്പൊ ഇത് 1:1 എന്നുള്ള റേഷ്യോ ആണ്. അപ്പൊ ഇത് 100 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നെയാണ്? 100 ആണ്. ഇനി ഇവിടെ നിന്ന് മേലെ നിന്ന് ഇയാൾ നോക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന ആംഗിള് 40 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒറിസോണ്ടൽ ലൈൻ തിരശ്ചീനമായിട്ടുള്ള വര വരക്കണം. എന്നിട്ട് ഇത് 40 ആണ്. ഇതില് ഈ 40 ആണ്. ഈ ഡിസ്റ്റൻസ് 100 ആയതുകൊണ്ട് ഇവിടെ 100 തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ ബി എന്ന അകലം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എ ബി എന്നുള്ള അകലം കാണാന് നേരത്തെ പറഞ്ഞ പോലെ ആലോചിക്കുക. എതിർവശമാണ് എ ബി, സമീപവശമാണ് നമുക്കറിയാം. അപ്പോ എതിർവശം ബൈ സമീപവശം ഈക്വൽ ടു ടാൻ വരും. എതിർവശത്തിന് നമ്മൾ എ ബി എന്ന് കൊടുത്തു, സമീപവശത്തിന് 100 കൊടുക്കുന്നു. ടാൻ 40 വരും. എ ബി ഈക്വൽ ടു 100 ഇൻറ്റു ടാൻ 40 എന്ന് പറയുന്നത് ടാൻ 40 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ഈക്വൽ ടു 80 മീറ്റർ വരും. എ ബി എന്നുള്ളത് 80 വരും. അങ്ങനെയാണ് എ ബി 80 ആണെങ്കിൽ ഈ സി ഡി എന്നുള്ളത് ഈ ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. അപ്പൊ അത് 100 മൈനസ് 80 20 മീറ്റർ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ട്രിഗ്നോമെട്രി ആയിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന പോയിന്റ്സ്.
ത്രികോണമിതിയിലെ ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് കരുതുന്നത്. ഇനിയും ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഇനി നമ്മൾ ഘനരൂപം എന്നുള്ള ഭാഗത്തേക്ക് വരികയാണ്. ഘനരൂപം എന്നുള്ള ഭാഗത്തിൽ നമുക്കറിയാം പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് സമചതുരസ്തൂപിക, സമചതുരസ്തൂപിക, സ്ക്വയർ പിരമിഡ്, പിന്നെ കോണ്, വൃത്തസ്തൂപിക, പിന്നെ സ്ഫിയർ, പിന്നെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്ന കേസും. ഇതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ പറയാം. ഇതിനകത്ത് ഫോർമുല കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട സാധനമാണ്. ഒരു സ്ക്വയർ പിരമിഡ് ഇങ്ങനെ പിടിച്ചു നിർത്തിയാൽ ഇതുപോലെ ഉണ്ടാവും. ഇതാണ് ബേസ് വരുന്നത്. അത് സ്ക്വയർ ആണ്, അപ്പൊ അതിന് എ എന്ന് എടുക്കുകയാണ്. ഇത് ട്രയാങ്കിൾ ആണ്, അപ്പൊ ട്രയാങ്കിളിന്റെ ബേസ് എ തന്നെയാണ്. ഇതിന്റെ ബേസ് ലാറ്ററൽ എഡ്ജാണ്, അതിന് ഇ എന്ന് പറയുന്നു. ട്രയാങ്കിൾ ഹൈറ്റ് ഇതാണ്. അത് പിരമിഡായി മാറുമ്പോൾ ചെരിഞ്ഞിട്ടാവും, അതുകൊണ്ട് അതിനെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന സാധനം എന്തൊക്കെയാണ്? അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്കൊരു റൈറ്റ് ആംഗിൾ ഉണ്ടാവും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിള്, അതിൽ ഹൈപ്പോട്ടനസ് സി ആണ്, ഇവിടുത്തെ എച്ച് ആയിട്ട് വരുന്ന എൽ ആണ്, ഈ ഭാഗം a/2 ആണ്. അങ്ങനെയാണ് എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ ആയി. ഇനി ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ട്രയാങ്കിൾ വരും. ആ ട്രയാങ്കിളിനകത്ത് എൽ ആണ് ഹൈപ്പോട്ടനസ് വരിക, എച്ച് വരും, a/2 വരും. അങ്ങനെയാണെങ്കിൽ എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. പിന്നെ ഇതിന്റെ ഏരിയ ഒക്കെ വരുന്ന ഭാഗം ടോട്ടൽ സർഫസ് ഏരിയ നമുക്കറിയാം. ബേസ് ഏരിയ എന്നുള്ളത് പാദപരപ്പളവ് എന്നത് എ സ്ക്വയർ ആണ്. പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത് 2AL ആണ്. ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ ആണത്, ഇത് രണ്ടും കൂടെ കൂടുന്ന എ സ്ക്വയർ പ്ലസ് 2AL ആണ്. വോളിയം എന്നത് 1/3 എ സ്ക്വയർ എച്ച് ആണ്. ഇതുപോലെ കോണാണ്. കോണിന്റെ കാര്യത്തിൽ ഒരു സെക്ടർ കട്ട് ചെയ്തിട്ട്, സർക്കിളിന്റെ ഒരു പാർട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കോണാക്കുന്നു. ഈ സെൻട്രൽ ആംഗിൾ എക്സ് ആണ്, ഇതിന്റെ റേഡിയസ് ആർ ആണെങ്കിൽ ആദ്യത്തെ പ്രത്യേകത ഇങ്ങനെ ബെൻഡ് ചെയ്തുണ്ടാക്കുന്ന പിരമിഡിന്റെ എൽ എന്നത് ഇവിടുത്തെ ആറിന് ഈക്വൽ ആയിരിക്കും. പിന്നെ R/L ഈക്വൽ ടു x/360 ആണെന്നുള്ള റിലേഷൻ. ഞാനിതിങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ, ഒന്ന് റിമൈൻഡ് ചെയ്യാനാണ്, അല്ലാതെ പഠിപ്പിക്കല്ല. ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവുന്നുള്ള ധാരണയിലാണ്. പിന്നെ ഇതിന്റെ ഇങ്ങനെ വരുമ്പോൾ ഒരു റേഡിയസ് വരുന്നുള്ളൂ, ഒറ്റ റൈറ്റ് ട്രയാങ്കിളേ വരുള്ളൂ. ഒറ്റ റൈറ്റ് ട്രയാങ്കിൾ, റേഡിയസ് 6, L H. ഇവിടെ L സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്നാണ് ഫോർമുല. ബേസ് ഏരിയ സർക്കിൾ ആയതുകൊണ്ട് πr സ്ക്വയർ. കർവ്ഡ് സർഫസ് ഏരിയ πr/L. ടോട്ടൽ സർഫസ് ഏരിയ ഇത് രണ്ടും കൂടെ കൂടി πr സ്ക്വയർ പ്ലസ് πr/L. വോളിയം 1/3 ബേസ് ഏരിയ πr സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. ഇതുപോലെ സ്ഫിയർ ആണെങ്കിൽ നമ്മൾ ഹൈറ്റ് ഒന്നും കാണാനൊന്നുമില്ല, ഒറ്റ മെഷറുള്ളൂ, റേഡിയസ് മാത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒറ്റ ഏരിയ ഉള്ളൂ ടോട്ടൽ സർഫസ് ഏരിയ, അത് 4πr സ്ക്വയർ ആണ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ വോളിയം എന്നത് 4/3 πr³. സിമിലർലി ഹെമിസ്ഫിയർ ആണെങ്കിൽ, അർദ്ധഗോളമാണെങ്കിൽ അതിന്റെ ബേസ് ഏരിയ പുതിയതൊരു മുഖം വന്നു πr സ്ക്വയർ. കർവ്ഡ് സർഫസ് ഏരിയ 3πr സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ ഇത് രണ്ടും കൂടെ കൂടുന്ന 3πr സ്ക്വയർ. അപ്പൊ ഇതിന്റെ പകുതിയല്ല വരിക, കുറച്ചുകൂടെ കൂടുതലുണ്ട്. വോളിയം പക്ഷെ പകുതിയാണ്, 2/3 πr³. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റുകൾ. ഓക്കെ, ഇതിനകത്ത് ഫോർമുല കുറച്ച് പ്രാധാന്യമുള്ള സാധനമാണ്. സാധാരണ കണക്കിൽ നമ്മൾ ബാക്കിയുള്ളിടത്തൊന്നും ഫോർമുല അത്ര വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും ഇവിടെ കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഫോർമുലാസ് ഓർത്ത് വെക്കണം. ഫോർമുല മാത്രമല്ല, ഇതിന്റെ കൂടെ ഒക്കെ ലോജിക്കും ഉണ്ട്. ആ ലോജിക് കൂടെ ബിൽറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇപ്പൊ അതൊരു ഫിഗർ വന്നു. ഒരു
സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി പൊളിച്ചു നിർത്തിയിട്ടുള്ള സാധനമാണ്, ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിൽ തന്നിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാന്ന് മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ കാര്യം. ഇത് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്, അതിനെയാണ് നമ്മൾ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൽ എന്ന് ട്രയാങ്കിളിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. അപ്പൊ എൽ എന്നുള്ളത് ഇവിടെ എൽ എന്നത് 25 ആണ്. എൽ എന്നുള്ളത് 25 സെന്റിമീറ്റർ ആണ്. അതുപോലെ സ്ക്വയറിന്റെ സൈഡാണ് ബേസ്, അത് 40 സെന്റിമീറ്റർ ആണ്, 40 ആണ്. ഇനി വേണ്ടത് സ്തൂപികയുടെ പാദ പരപ്പളവ് എത്രയെന്ന് ആദ്യത്തെ ചോദ്യം. അപ്പൊ ബേസ് ഏരിയ എന്നുള്ളത് പാദ പരപ്പളവ് എന്ന് പറഞ്ഞത് നമുക്കറിയാം. പാദം എന്നുള്ള സ്ക്വയർ ആണ്, സമചതുരാണ്. അപ്പൊ അതിന്റെ വശത്തിന്റെ സ്ക്വയർ 40 സ്ക്വയർ 1600 സെന്റിമീറ്റർ സ്ക്വയർ വരുന്നു. രണ്ടാമത്തെ ചോദ്യം സ്തൂപികയുടെ ഉയരം കണ്ടുപിടിക്കാനാണ്. സോറി, സ്തൂപിയുടെ പാദവക്കിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. നേരത്തെ പറഞ്ഞത് മാറിപ്പോയി. പാദ പരപ്പളമല്ല, പാദവക്കിന്റെ നീളം എന്താണ് അത് നമ്മൾ എഴുതി. 40 സെന്റിമീറ്റർ ആണ്. സ്തൂപിയുടെ ഉയരം കണ്ടുപിടിക്കാണ്, എച്ച് കണ്ടുപിടിക്കണം. അപ്പൊ എച്ച് കാണാന് നമുക്ക് ആ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് മനസ്സിൽ ഓർത്തൊക്കെയാണ് നല്ലത്. അപ്പൊ അതില് എൽ അറിയാം. അപ്പൊ എൽ 25, എയുടെ പകുതി 20, ഇതാണ് എച്ച്. അപ്പൊ എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ ഫോർമുല. എൽ എന്നത് 25, ഇപ്പൊ 25 സ്ക്വയർ മൈനസ് a/2, 20, 40ന്റെ പകുതി 20 സ്ക്വയർ. ഓക്കെ, ദെൻ ഇത് നമുക്ക് 25 + 20 ഇൻറ്റു 25 - 20 എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പോൾ 45 ഇൻറ്റു 5 225. എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 സമം 15 സെന്റിമീറ്റർ. എച്ച് 15 സെന്റിമീറ്റർ കിട്ടി. സ്തൂപിയുടെ ഉപരിതല പരപ്പളവ് എന്താണ്, വ്യാപ്തി എന്താണ്? അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. കാണാനുള്ള ഫോർമുല എ സ്ക്വയർ പ്ലസ് 2al ആണ്. എ എന്നുള്ളത് 40, എ സ്ക്വയർ 40 സ്ക്വയർ പ്ലസ് 2al പറയുമ്പോൾ 2 ഇൻറ്റു 40 ഇൻറ്റു 25. 40ന്റെ സ്ക്വയർ 1600 പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 25. അപ്പൊ 40ന് 50 കൊണ്ട് ഗുണിക്കുക. 20 ഇൻറ്റു 100 2000, 3600 സെന്റിമീറ്റർ സ്ക്വയർ. ഇതൊന്ന് ശ്രദ്ധിക്കട്ടെ. 2 ഇൻറ്റു 40 ഇൻറ്റു 25 കിട്ടുമ്പോഴേ ഗുണിക്കാൻ 25 കൊണ്ട് ഗുണിക്കാന്നുള്ള കേസൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഗുണിക്കാതെ മനസ്സിൽ ചെയ്യാൻ പറ്റും. അത് 2 25 എടുക്കാം. ഇപ്പൊ 40 ആവും. 40 ഇൻറ്റു 50 ആവും. ഈ 50 കൊണ്ട് ഗുണിക്കാൻ ഈ സംഖ്യനെ പകുതിയാക്കുകയാണെങ്കിൽ ഇവിടെ ഇരട്ടിയാക്കി 100 എടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ സംഖ്യ പകുതിയാക്കുമ്പോൾ രണ്ടാമത്തെ ഇരട്ടിയാവും. അപ്പൊ 100 ആവും. 100 കൊണ്ട് ഗുണിക്കാറുമ്പോൾ 2 0 ഇട്ടാൽ മതി. 2000, 3600 സെന്റിമീറ്റർ സ്ക്വയർ. വ്യാപ്താണ് അടുത്ത ചോദ്യം. 1/3 എ സ്ക്വയർ എച്ച്. 1/3 എ എന്നുള്ളത് 40, 40 ഇൻറ്റു 40 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞത് 15. 15നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം 5 പ്രാവശ്യം. 40 40 1600, 1600 ഇൻറ്റു 8 8000 സെന്റിമീറ്റർ ക്യൂബ്. 8000 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അടുത്ത ചോദ്യം. ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണ്. അപ്പൊ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് ഒരു സമചതുരത്തിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു ത്രികോണം വരികയാണ്. ഇത് സമഭുജാണ്. ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കണം, ഇത് എ ആയിരിക്കണം. നേരത്തെ നമ്മളത് ഇ ആന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യത്തെ പ്രത്യേകത ആണ് പാർശ്വവക്കിന്റെ അളവും പാദവക്കിന്റെ അളവും തുല്യമായിരിക്കും. അപ്പൊ എല്ലാ വക്കുകളും ഇവിടെ തുല്യ നീളമുള്ളവായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്തൂപിയുടെ ഒരു പാദവക്കിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. പാദ പരപ്പളവ് എത്രയായിരിക്കും, ഉയരം എത്രയായിരിക്കും, ചെരിവ് ഉയരം എത്രയായിരിക്കും, പാർശ്വതല പരപ്പളവും ഉപരിതല പരപ്പളവും എന്തായിരിക്കും? ഓക്കെ, ഇത് 10 ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയേണ്ട ഒരു സാധനം കൂടെ. ഇപ്പൊ ഇങ്ങനെ വന്നാല് ഇതിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. ഇത് സമഭുജ ത്രികോണാണെങ്കിൽ ഈ കോൺ 60 ഡിഗ്രി ആവും. ഈ ഭാഗം a/2 വരും, ഇത് 30 വരും.
30 വരും. അങ്ങനെയാണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, 1√3 2 നാഴിക്കുള്ള അംശം ബന്ധം. ഇവിടെ എത്രയാണോ അതിന്റെ √3 ടൈംസ് ആയിരിക്കും ഇത്. അങ്ങനെയാണ് L എന്നത് a/2 √3 ടൈംസ് ആയിരിക്കും, അഥവാ √3/2 a ആയിരിക്കും, a/2 √3 ആയിരിക്കും. ഇതാണ് L കാണാനുള്ള മാർഗം. ഇതേപോലെ H എടുത്ത് നോക്കിയാൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, H എന്നുള്ളത് a/2 × √2 ആയിരിക്കും, √2 ടൈംസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അതും കൂടെ ഓർക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം. ആദ്യത്തേത് ഇവിടെ ബേസ് ഏരിയ എന്താന്ന് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യന് ബേസ് ഏരിയ, വാട്ട് ഈസ് ദ ബേസ് ഏരിയ ഓഫ് ദ പിരമിഡ്? പാദ പരപ്പളവ് എത്രയാണ്? അത് വ്യത്യാസമൊന്നുമില്ല, a² ആണ്. a എന്നുള്ള 10 ആയതുകൊണ്ട് 10² 100 വരുന്നു. അടുത്ത ചോദ്യം ഇതിന്റെ L എത്രയാണ്? L നമ്മളിപ്പോ കണ്ടു a/2 √3 ആണ്. a എന്നുള്ളത് 10 ആണ്, അപ്പൊ a/2 എന്നുള്ളത് 5 ആണ്, 5√3 സെന്റിമീറ്റർ ആണ്. H എത്രയാണ് അടുത്ത ചോദ്യം. H എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു a/2 √2 ടൈംസ് ആണ്, a/2 × √2 ആണ്. a/2 എന്ന് പറഞ്ഞത് 5 ആണ്, 5√2 സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യന് ഉപരിതല പരപ്പളവ് എന്താണെന്നാണ്. സ്തൂപയുടെ ഉയരവും ചെരുവുയരം കാണുക, സ്തൂപയുടെ പാർശ്വതല പരപ്പളവും ഉപരിതല പരപ്പളവും കണ്ടുപിടിക്കുക. അപ്പൊ പാർശ്വതല പരപ്പളവ് കാണണം, ഉപരിതല പരപ്പളവ് കാണണം. പാർശ്വതല പരപ്പളവ് കണ്ടുപിടിക്കാതെ LSA. ഈ LSA എന്ന് കാണുന്നത് നോർമലി LSA കാണാന് നമുക്കറിയാം a² 2a ആണ്. ഇവിടെ പക്ഷെ 2 × a × L എന്നത് നമുക്കറിയാം a/2 √3 ആണ്. അപ്പൊ അതിനകത്ത് ഈ 2 കട്ട് ചെയ്ത് പോവും, ബാക്കി ആൻസർ വരുന്നത് √3a² എന്നാണ്. അപ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് സൈഡ്സ്. സൈഡ്സ് വരുന്നതൊക്കെ സമഭുജ ത്രികോണമാണ്. ഈ സൈഡ് വരുന്നത് സമഭുജ ത്രികോണമാണ്, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അല്ലെങ്കിൽ എല്ലാ എൻഡും എല്ലാ എഡ്ജസും ഈക്വൽ ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ LSA കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല √3a² എന്നതാണ്. അപ്പൊ √3 × a² 10² = 100√3 സെന്റിമീറ്റർ² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ പറയുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. a² നേരത്തെ നമ്മൾ കണ്ടുവച്ചു 100 ആണ്, LSA കണ്ടുവച്ചു 100√3 ആണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, സെന്റിമീറ്റർ². അപ്പൊ സൈഡ്സ് വശങ്ങൾ പാർശ്വമുഖങ്ങള് സമഭുജ ത്രികോണാണെന്ന് പറഞ്ഞാൽ കുറെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് a എന്നത് ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തത് ഇതിന്റെ L കാണാന് a/2 √3 ആയിരിക്കും. H കാണാന് a/2 √2 ആയിരിക്കും. LSA കാണാന് √3a² ആയിരിക്കും. ഇത്രയും കാര്യം ഒന്ന് മനസ്സിലുണ്ടാവട്ടെ, ഇതൊരു സ്പെഷ്യൽ കേസാണ്, ആ സാധനമാണ്. ഓക്കെ. ഇനി അടുത്തത് ബേസ് എഡ്ജ് ഓഫ് 2 സ്ക്വയർ പിരമിഡ് ആർ ഇൻ ദ റേഷ്യോ 2:3 and their heights 7:3. What is the ratio of their volumes? റേഷ്യോ വരുന്ന പ്രോബ്ലം ആണ്. അപ്പൊ 2 സ്ക്വയർ പിരമിഡ്സ് ഉണ്ട്, അതുകൊണ്ട് ബേസിനെ നമ്മൾ a എന്നാണ് പറയാ. 2 ഉള്ളതുകൊണ്ട് നമുക്ക് a1 a2 എന്ന് കൊടുക്കാം. a1 to a2 = 2:3 എന്നാണ്. 2:3 എന്നല്ല ശരിക്കുള്ള പ്രയോഗം, 2:3 എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 2:3 എന്നേ പറയുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ മറ്റത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം. എന്നാലും 2:3 ആണ് കറക്റ്റ് വേണ്ടത്. 2:3 എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ a1 എന്നത് 2 ആണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു 2k ആണ് പറയാം. a2 എന്നുള്ളത് ഒരു 3k ആണെന്ന് പറയാം. ഇതുപോലെ ഹൈറ്റിന്റെ റേഷ്യോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് h1 h2 എന്ന് എടുക്കാം. അത് 7:3 ആണ്. therefore h1 = 7m എന്ന് എടുക്കാം. h2 എന്നുള്ളത് 3m എന്ന് എടുക്കാം. വോളിയത്തിന്റെ റേഷ്യോ v1 to v2. വോളിയം കാണാനുള്ള ഫോർമുല 1/3a² ആണ്. a1² h1 to 1/3a2² h2 എടുക്കാം. 1/3 കട്ട് ചെയ്തു. a1 എന്നത് 2k ആണ്. a1² ആകുമ്പോൾ 2k × 2k എടുക്കാം. h1 എന്നത് 7m ആണ്, 2. a2 again 3k, അപ്പൊ 3k × 3k. h2 എന്ന് പറയുന്നത് 3m.
ഇതിനകത്ത് കേകളൊക്കെ കട്ട് ചെയ്ത് പോവും, എം കട്ട് ചെയ്തു. റേഷ്യോ വരുമ്പോൾ അതൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് തന്നെ വരാം. ഇനി 2 × 2 4 പ്ലസ് 4 × 7 28 3 × 3 × 3 27. ദിസ് ഇസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം. വ്യാപ്തങ്ങളുടെ അംശബന്ധം 28:27. ഓക്കെ. ഇനി അടുത്തത് കോണിലേക്ക് വരാണ്. കോണിൽ നമ്മൾ ഒരു സെക്ടർ ബെൻഡ് ചെയ്തിട്ട് ഒരു വൃത്താംശം വളച്ചിട്ട് ഒരു വൃത്തസുബി ഉണ്ടാക്കുകയാണ്. അതിന്റെ റേഡിയസ്, വൃത്തത്തിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് സ്ലാൻഡ് ഹൈറ്റ് എന്തായിരിക്കും എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ അത് നമ്മൾ ചോദ്യത്തിൽ തന്ന മെഷേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതിനകത്ത് വൃത്തത്തിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് നമ്മൾ ഒരു ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കുക. R = ഈ ആറാണ് എല്ലിന് ഈക്വൽ ആവുക നമ്മൾ പറഞ്ഞു. അപ്പൊ R = L = 15 സെന്റിമീറ്റർ ആണ്. സെൻട്രൽ ആംഗിൾ നമ്മൾ എക്സ് എന്ന് പറയുന്നത് 216 ആണ്. വാട്ട് ഇസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ കിട്ടി. വാട്ട് ഇസ് ഹൈറ്റ് ഓഫ് ദ കോൺ. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ H² = L² - R² ആണ്. L² അറിയാം, R² അറിയില്ല. പക്ഷെ R കണ്ടുപിടിക്കണം. R കാണാൻ വീണ്ടും നമ്മൾ ഫോർമുലയിലേക്ക് വരുന്നു. R/L = X/360 ആണ്. സെൻട്രൽ ആംഗിളും 360 തമ്മിൽ അതേ റേഷ്യോ ആയിരിക്കും. R ഉം L ഉള്ള റേഷ്യോ എന്നാണ്. ചിലപ്പോൾ അത് നേരിട്ട് പറയാൻ പറ്റുന്ന ചോദ്യം ഉണ്ടാവും. ഇപ്പൊ 1/8 ഒക്കെ ആണെങ്കിൽ ഡബിൾ ആണ്, ഹാഫ് എന്നാണൊക്കെ പറയാന്ന് പറഞ്ഞത്. അപ്പൊ ഇനി R/L, R അറിയില്ല. L എന്നത് 15 ആണ്. X എന്നുള്ള 216/360 ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ. നമ്മുടെ ചോദ്യത്തിൽ പലപ്പോഴും ഈ 216 എന്ന സെൻട്രൽ ആംഗിൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനത്തെ ചില ആലോചനകളാണ് ചില തെളിച്ചം ഉണ്ടാക്കാറ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കാൻ പറ്റുമോന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കട്ടോ. ഈ 216 360 കട്ട് ചെയ്യുകയാണെങ്കിൽ 72 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ അത് 3/5 എന്നായിരിക്കും. ഈ സാധനം ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ 72 കൊണ്ട് കട്ട് ചെയ്യാമെന്നും 3/5 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാ സമയത്തും ഇങ്ങനെ വരുന്നത് ഇതിനൊരു പ്രത്യേകതയും കൂടെ വരുന്നുണ്ടാവും. ആ പ്രത്യേകത ഞാൻ പറയാം. അവിടെ വന്നത് R/15 = 3/5 ആണ്. ഈ 15 എന്നുള്ളത് 5നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അതുപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യാം. R = 3 × 15/5 കട്ട് ചെയ്താല് 3 ടൈംസ് വരും. അപ്പോൾ 9 സെന്റിമീറ്റർ. ഇനിയാണ് ഇതിന്റെ രസമുള്ളത്. നോക്കട്ടോ. RHL ശ്രദ്ധിച്ചോക്ക. 9 സോറി, എച്ചും കൂടെ കാണാം. എച്ച് കണ്ടിട്ടില്ല നമ്മള്. എച്ച് കാണാം. ഇപ്പൊ H² = L² - R² ആണല്ലോ. L എന്നത് 15, R എന്നത് 9. അപ്പൊ അത് 225 - 81 = 144. Therefore H = √144 12 ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ രസം എന്ന് പറഞ്ഞത് RHL എടുത്തു നോക്കുക. ഇത് 9 ആണ്, ഇത് 12 ആണ്, ഇത് 15 ആണ്. ഇത് 3, 4, 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ. ഏറ്റവും ചെറിയ പൈത്തോറിയൻ ട്രിപ്ലറ്റ് ആയ 3, 4, 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3ഉം 5 ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നടുക്ക് വരുന്ന 4 ആയിരിക്കും, അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ സാധനങ്ങളൊക്കെ അറിയെങ്കിൽ നമുക്ക് ഇത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ ഈ ചോദ്യത്തിന്റെ ആൻസർ പറയാം. 3ന്റെ 5ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 15 നോക്കാം. 3 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് 3ന്റെ 3 ടൈംസ് ആയിരിക്കും R, 4ന്റെ 3 ടൈംസ് ആയിരിക്കും H വരുന്നത്. അടുത്തത് സ്തൂപികയുടെ വക്രതല പരപ്പളവ് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ ഇവിടെ എഴുതുന്നത് CS കാണാന് πRL എന്നാണ് സൂത്രാക്യം. πRL. π × R എന്നുള്ളത് 9, L എന്നുള്ളത് 15. അപ്പോ 135 π സെന്റിമീറ്റർ സ്ക്വയർ. πRL കാണും. ഓക്കെ. അടുത്ത ചോദ്യത്തിക്ക്. What is the radius of a central angle of a sector needed to make a cone of radius 18 and height 24? ആരം
ആരം 18 സെന്റിമീറ്റർ, ഉയരം 24 സെന്റിമീറ്റർ ആയ വൃത്തസ്തുബയ്ക്ക് ആവശ്യമായ വൃത്താംശത്തിന്റെ ആരവും കേന്ദ്രകോണം. തിരിച്ചുള്ള ചിന്തം ചിലപ്പോൾ ഉണ്ടാവാം. നമ്മൾ കേന്ദ്രകോണം കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് വൃത്തസ്തുബിയാണ് കിട്ടിയത്, കോണാണ് കിട്ടിയതെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെക്ടർ അഥവാ വൃത്താംശത്തിന്റെ അളവുകൾ എന്തായിരിക്കും എന്നുള്ളൊരു ആലോചന ഉണ്ട്, റിവേഴ്സ് തോട്ട്. അത് നല്ല രസമുള്ള സാധനമല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യത്തില് കോണിന്റെ റേഡിയസ്, വൃത്തസ്തുബിയുടെ റേഡിയസ് 18 അതിന്റെ ഹൈറ്റ് 24. നമുക്ക് ഇവിടുത്തെ L അഥവാ R കണ്ടുപിടിക്കണം, X കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. L കാണാന് നമുക്കറിയാം L സ്ക്വയർ ഈക്വൽ ടു H സ്ക്വയർ പ്ലസ് R സ്ക്വയർ ആണ്. H എന്ന് പറഞ്ഞാൽ 24 സ്ക്വയർ പ്ലസ് 18 സ്ക്വയർ 576 പ്ലസ് 324 ഈക്വൽ ടു 900. L equal to root of 900 which is equal to 30. അതുകൊണ്ട് റേഡിയസ് L-ന് ഈക്വൽ ആണ് 30 സെന്റിമീറ്റർ. കേന്ദ്രകോണം കണ്ടുപിടിക്കണം. R by L ഈക്വൽ ടു X by 360 ആണ്. R എന്ന് പറഞ്ഞത് 18 18 ബൈ X എന്നുള്ളത് L എന്നത് 30 ആണ്, ഈക്വൽ ടു X by 360 ആണ്. ശരിക്കും ആലോചിക്കണ്ടേ, 30-നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 360 കിട്ടും നോക്കാം. 30-നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 360 കിട്ടുന്ന 12 കൊണ്ട് ഗുണിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 കൊണ്ട് ഗുണിച്ചാൽ മതിയാ. അപ്പൊ X എന്നുള്ളത് 18 ഇൻറ്റു 12 180 36 216 കേന്ദ്രമാണ്. ഇവിടെ ഈ പ്രത്യേകത ഉണ്ടാവും, ശ്രദ്ധിച്ചു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. R എന്നുള്ളത് 18 ആണ്, L എന്നത് 30 ആണ്. അപ്പോ 3-നെ എത്ര കൊണ്ട് ഗുണിച്ചതാണ് 18 നോക്കാം, 6 കൊണ്ട് ഗുണിച്ചാണ്. ഇവിടുത്തെ 5-ന് അതേ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചിട്ടായിരിക്കും 30 വന്നത്. ഓക്കെ. H അതുപോലെ നോക്കിയാല് H എന്ന് പറഞ്ഞത് 4-നെ 6 കൊണ്ട് ഗുണിച്ചതായിരിക്കും 24. അപ്പൊ 3 4 5 എന്നുള്ള ട്രിപ്ലറ്റ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിള് കേന്ദ്രകോണ് 216 വരുള്ളൂ. ഇനി അതുപോലെ ചിലപ്പോൾ അളവുകൾ തന്നിട്ട് നമുക്ക് വലിയ അളവിലേക്ക് പോകുന്നതിന് പകരം വലിയ ഉത്തരം തന്നിട്ട് തിരിച്ചുള്ള ചിന്തയിലേക്കും വരാം. അതായത് ഇപ്പോ ബേസ് ഏരിയ പാദ പരപ്പളവ് അത് 576 പൈ ആണ്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിന്റെ സൂത്രാക്കി ഉപയോഗിച്ച് ചെയ്യണം. ഒരളവാണെങ്കിൽ ആ അളവിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഉപയോഗിച്ച് എഴുതിയാൽ മതി. പക്ഷെ എന്തെങ്കിലും ക്രിയ ചെയ്തുള്ള ഉത്തരമാണ് തന്നതെങ്കിൽ അത് കിട്ടിയ സൂത്രാക്കി ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കിന്ന് എലിമിനേഷൻ നടക്കുള്ളൂ. അപ്പൊ ബേസ് ഏരിയ കാണാനുള്ള മാർഗം πr സ്ക്വയർ ആണ്. πr സ്ക്വയർ എന്ന് പറഞ്ഞത് 576 പൈ ആണ്. രണ്ടത്തെ പൈ കട്ട് ചെയ്ത് പോയാൽ R സ്ക്വയർ 576 ആണ്. R എന്നുള്ളത് റൂട്ട് ഓഫ് 576 24 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ R കാണാനാണ് നമുക്ക് ബേസ് ഏരിയ തന്നത്. വോളിയാണ്. വോളിയം കാണാനുള്ള ഫോർമുല ഇതുപോലെ 1/3 πr സ്ക്വയർ H ആണ്. ഇത് 1920 പൈ ആണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ πr സ്ക്വയർ എന്നത് 576 പൈ ആണ്. അപ്പൊ അത് നമുക്ക് 1/3 ഇൻറ്റു 576 പൈ ഇൻറ്റു H ഈക്വൽ ടു 1920 പൈ നേടും. പൈ കട്ട് ചെയ്തു. 576-നെ 3 കൊണ്ട് ഹരിച്ചാല് 5-ല് 1 പ്രാവശ്യം, ബാക്കി 2, 27-ല് 9 പ്രാവശ്യം 192 ഇൻറ്റു H ഈക്വൽ ടു 1920. അപ്പൊ H ഈക്വൽ ടു 1920 ബൈ 192 ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പൊ H എന്നല്ല 10 സെന്റിമീറ്റർ. ഉപരിതല പരപ്പളവാണ്. നമുക്ക് ഉപരിതല പരപ്പളവാണല്ല മാർഗം അറിയാം. πr സ്ക്വയർ പ്ലസ് πr L എന്നാണ്. ഈ πr L കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം L കാണണം. അപ്പൊ L സ്ക്വയർ ഈക്വൽ ടു H സ്ക്വയർ പ്ലസ് R സ്ക്വയർ. ഇങ്ങനെ കഴിക്കും ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വരാം. L കാണാൻ ക്വസ്റ്റ്യൻ നേരെ ചോദിക്കില്ല, പക്ഷെ L ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ടാവും. അപ്പൊ L കാണണം.
എൽ കാണാൻ നമുക്ക് R അറിയാം, H അറിയാം. അപ്പൊ H എന്നുള്ളത് 10 ആണ്. ഇപ്പൊ 10 സ്ക്വയർ. R എന്ന് പറഞ്ഞത് 24 ആണ്. 24 സ്ക്വയർ. 100 പ്ലസ് 576 676 ആണ് L സ്ക്വയർ. Therefore L equal to root 676 26. പൈ ആർ സ്ക്വയർ ആണ് 576 പൈ ആണ്. അപ്പൊ നേരെ 576 പൈ പ്ലസ് പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 26. അപ്പൊ 576 പൈ പ്ലസ് 24 26 കൊണ്ട് ഗുണിക്കാറുണ്ട്. 24 26 എന്ന് പറഞ്ഞത് വ്യത്യാസം 2 വരുന്ന സംഖ്യയാണ്. അതിന്റെ നടുക്കുള്ള സംഖ്യ 25 ആണ്. അങ്ങനെയാണെങ്കിൽ 24 നമുക്ക് 25 മൈനസ് 1 എഴുതാം. 26 25 പ്ലസ് 1 എഴുതാം. അപ്പൊ 24 ഇൻറ്റു 26 വരുമ്പോൾ 25 മൈനസ് 1 ഇൻറ്റു 25 പ്ലസ് 1 ഇടാം. അങ്ങനെയാണെങ്കിൽ അത് 25 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണ്. 625 മൈനസ് 1 624 ആണ്. ഈ സാധനം മനസ്സിലാലോചിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ എഴുതി ചെയ്യല്ല. ഇത്രയും കിട്ടിയാൽ നേരെ 25ന്റെ സ്ക്വയറിന്ന് 1 സ്ക്വയർ 1 കുറച്ചാൽ മതി എന്നല്ലേ. 624 ആണ് പൈ. അത് രണ്ടും കൂടെ കൂട്ടിയാല് 1200 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. അടുത്ത ഒരു സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ 120 ആണ്. റേഡിയസ് 18 ആണ്. Find the slant height and radius of the curved surface area of the cone. ഇപ്പോൾ നമ്മള് ഒരു വൃത്തത്തിൽ നിന്നൊരു സാധനം കട്ട് ചെയ്യുന്നു. അതിന്റെ സെൻട്രൽ ആംഗിൾ 120 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 120 എന്നുള്ള 360യുടെ എത്ര ഭാഗമാണെന്ന് പറയാൻ പറ്റുമോ? 120 എന്നത് 360യുടെ എത്ര ഭാഗമാണെന്ന് എളുപ്പം പറയാൻ പറ്റുമോ? 1/3 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആറും എല്ലും തമ്മിൽ 1/3 ആയിരിക്കും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവേണ്ടത്. ഇതിന്റെ റേഡിയസ്, സെക്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എൽ എന്നത് 18 സെന്റിമീറ്റർ ആണ്. അഥവാ ക്യാപിറ്റൽ ആർ എന്നുള്ളത് 18 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ സ്ലാന്റ് ഹൈറ്റ് കണ്ടു. റേഡിയസ് ആൻഡ് കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ റേഡിയസ് കാണണം. നേരത്തെ നമ്മൾ പറഞ്ഞത് ആർ ബൈ എൽ എന്നത് എക്സ് ബൈ 360 ആണ്. ഈ എക്സ് എന്നുള്ളത് 120 ബൈ 360 ആണ്. അങ്ങനെയാണെങ്കിൽ അത് 1/3 ആണ്. അപ്പൊ ആർ ബൈ എൽ എന്നത് 1/3 ആന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലിന്റെ 1/3 ആണ് ആറ് വരിക. എൽ എന്നത് 18 ആണ്. അതിന് 1/3 ആയ 6 ആണ് ആറ് വരിക. ഓക്കെ. അടുത്തതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്താണെന്ന് ചോദ്യം. കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല പൈ ആർ എൽ എന്നാണ്. പൈ ഇൻറ്റു ആർ എന്നുള്ളത് 6, എൽ എന്നുള്ളത് 18. 108 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇപ്പൊ പറഞ്ഞ പ്രത്യേകത എല്ലായ്പ്പോഴും ശരിയാവുമോ എന്നുള്ളൊരു സാധനമാണ് അടുത്ത ചോദ്യം. സെൻട്രൽ ആംഗിൾ 120 ആവുന്ന സെക്ടർ ബെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ 3 ടൈംസ് ഓഫ് ഇസ് ബേസ് ഏരിയ. ബേസ് ഏരിയയുടെ 3 ടൈംസ് ആയിരിക്കും എന്നാണ്. അപ്പൊ നോക്കളാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ ബേസ് ഏരിയ ഒക്കെ എടുത്ത് നോക്കിയാൽ അതുപോലെ കിട്ടുമെന്നുള്ള അറിയേണ്ടത്. അപ്പൊ നമുക്ക് നേരെ പറയാം 1/3 ആവുന്നുള്ള പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ പ്രത്യേകത ആർ ബൈ എൽ എന്നത് 1/3 ആണെന്നില്ല. അഥവാ എൽ ഈക്വൽ ടു 3R എന്ന് എഴുതാം. എൽ ഈക്വൽ ടു 3R. ബേസ് ഏരിയ എന്ന് പറഞ്ഞത് പാദ പരപ്പളവ് എന്ന് പറഞ്ഞത് പൈ ആർ സ്ക്വയർ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ എന്നത് പൈ ആർ എൽ ആണ്. ഈ എല്ലിന് പകരം നമുക്ക് 3R എന്ന് കൊടുക്കുകയാണെങ്കിൽ പൈ ആർ ഇൻറ്റു 3R അഥവാ 3 പൈ ആർ സ്ക്വയർ വരും. അപ്പൊ അത് 3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന ബേസ് ഏരിയ ആണ്. പാദ പരപ്പളവിന്റെ 3 മടങ്ങായിരിക്കും. ഇനി 3 മടങ്ങിന് പകരം 120 ആകുമ്പോഴാണ് 180 ആവുകയാണെങ്കിൽ അപ്പൊ എന്തായിരിക്കും പ്രത്യേകത? 180 ആവുകയാണെങ്കിൽ 180/360 എന്ന് അറിയില്ല, 1/2. ഈ 180 വരല് അർദ്ധവൃത്താകുമ്പോൾ സെമി സർക്കിൾ ആകുമ്പോഴാണ്. അതാണ് നമ്മുടെ അടുത്ത ചോദ്യം.
Prove that the curved surface area of a cone made by bending a semicircle is double of its base area. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് എഴുതി വെക്കാം. R by L എന്ന് പറഞ്ഞാൽ 180 by 360 വന്നു. അത് 1/2 ആണ്. ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്താൽ L ഈക്വൽ ടു 2R എന്ന് വരും. ഇതാണ് ആദ്യത്തെ പ്രത്യേകത. L 2R ഈക്വൽ ആയിരിക്കും. 120 ആണെങ്കിൽ L 3R ഈക്വൽ ആയിരിക്കും. L 3R ഈക്വൽ ആയിരിക്കും. അപ്പൊ സെൻട്രൽ ആംഗിളും 360 ഉണ്ടാക്കുന്ന അതേ റേഷ്യോ ആണ് R നും L നും ഉണ്ടാവുക. ഓക്കെ, L = 2R ആണ്. ഇതിന്റെ ബേസ് ഏരിയ നേരത്തെ പറഞ്ഞ പോലെ πr² തന്നെയാണ്. കർവ്ഡ് സർഫസ് ഏരിയ വക്രതല പരപ്പളവ് πr L എന്നാണ്. അത് π ഇൻറ്റു R എന്ന് പറഞ്ഞത് RN എടുത്തു, L-ന് പകരം നമ്മൾ 2R എടുത്തു. ഈക്വൽ ടു R ഇൻറ്റു 2R എന്നുമ്പോൾ 2π R ഇൻറ്റു R ഈസ് R². അപ്പൊ 2 ഇൻറ്റു ബേസ് ഏരിയ വന്നു. 180 ആകുമ്പോൾ ബേസ് ഏരിയന്റെ ഡബിൾ ആയിരിക്കും. Then a cone is made by bending a semicircle of radius 10 centimeter. ശ്രദ്ധിക്കട്ടോ, ഇവിടുത്തെ റേഡിയസ് അഥവാ L എന്നത് 10 centimeter ആണ്. Find the slant height and radius of the cone. റേഡിയസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സെമി സർക്കിൾ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ റേഡിയസ് അതിന്റെ ഡബിൾ ആയിരിക്കും L. ഇപ്പൊ തിരിച്ചു വരാണെങ്കിൽ L-ന്റെ പകുതി ആയിരിക്കും റേഡിയസ് വരിക. L/2 ആയിരിക്കും. അപ്പൊ 5 centimeter ആയിരിക്കും. കർവ്ഡ് സർഫസ് ഏരിയ എന്തായിരിക്കും? ഫൈൻഡ് ദ സ്ലാന്റ് ഹൈറ്റ് ആൻഡ് റേഡിയസ്. കർവ്ഡ് സർഫസ് ഏരിയ എന്നത് CSA എന്നത് π ഇൻറ്റു R എന്നത് 5, L എന്നത് 10. അപ്പൊ 55 centimeter സ്ക്വയർ ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് അറിയാം. കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും കൂട്ടുന്ന ഈ ബേസ് ഏരിയന്റെ ഡബിൾ ആയിരിക്കും കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ ബേസ് ഏരിയ എന്നത് കർവ്ഡ് സർഫസ് ഏരിയന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹാഫ് ആയ 25 ആണ് ബേസ് ഏരിയ, പിന്നെ 50 ആണ് കർവ്ഡ് സർഫസ് ഏരിയ, 75 ആണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ബേസ് ഏരിയന്റെ 3 times ആയിരിക്കും ഇവിടെ. ഓക്കെ, അടുത്തത് സ്ഫിയറിലേക്ക് കയറാണ്. ഒരു ക്യൂബ് നിന്ന് നമ്മൾ ഒരു സ്ഫിയർ കട്ട് ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഇങ്ങനെ സ്ക്വയറിനകത്ത് വരച്ചതുപോലെ ആയിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയമീറ്റർ എന്നുള്ളത് ഇതിന്റെ സൈഡിന് ഈക്വൽ ആയിരിക്കും. 2R എന്നുള്ളത് ഇവിടുത്തെ A ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ എഡ്ജ് 12 ആന്ന് പറഞ്ഞു. അപ്പൊ ക്യൂബിന്റെ റേഡിയസ് 12ന്റെ ഹാഫ് 6 centimeter ആയിരിക്കും. 12ന്റെ ഹാഫ് 6 centimeter ആയിരിക്കും. സർഫസ് ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അടുത്തത് സർഫസ് ഏരിയ എന്ന് പറഞ്ഞത് നമുക്കറിയാം. സർഫസ് ഏരിയ ക്യൂബിൻ്റെത് 4πr² എന്നാണ്. 4π ഇൻറ്റു 6². 4π ഇൻറ്റു 36 ഈക്വൽ ടു 4 ഇൻറ്റു 6 24, 144 π centimeter സ്ക്വയർ. ആൻഡ് അഗൈൻ വോളിയം എന്താണ്, വ്യാപ്തം എന്താണ്? ഫോർമുല 4/3 πr³. ഇത് നേരെ ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്യേണ്ട ചോദ്യമാണ്. വേറെ ആദ്യം ആലോചന ഒന്നുമില്ല. പക്ഷെ ഫോർമുല മാറിപ്പോയാൽ മൊത്തം മാറിപ്പോകും. കണ്ടോ, ചിലര് വോളിയം എഴുതുമ്പോൾ 4/3 πr² എഴുതി പോകും. അത് മാറാതെ ശ്രദ്ധിക്കണം. 4/3 π ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6. ഒരു 6നെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. 2 പ്രാവശ്യം 6 ഇൻറ്റു 6 36 ഇൻറ്റു 8 വരുന്നു. 36 4 കൊണ്ട് ഗുണിച്ചാൽ 144 അപ്പൊ 8 കൊണ്ട് ഗുണിച്ചാൽ 288 π centimeter ക്യൂബാണ്. ഗോളങ്ങളുടെ ആരങ്ങളുടെ അംശബന്ധം. അപ്പൊ ഇതിനകത്ത് ഒരു പ്രത്യേകത, ഗോളായാലും അർദ്ധഗോളായാലും സ്ഫിയർ ആയാലും ഹെമിസ്ഫിയർ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ റേഡിയസിന്റെ റേഷ്യോ R1 to R2 ആണെങ്കിൽ റേഷ്യോ ഓഫ് റേഡിയസ്
റേഷ്യോ ഓഫ് റേഡിയസ്. ആരങ്ങളുടെ അംശബന്ധം R1 to R2 ആണെങ്കിൽ ഇവയുടെ ഏരിയകളുടെ പരപ്പളവുകളുടെ അംശബന്ധം ഏത് പരപ്പളവായാലും, പാദപരപ്പളമായാലും വക്രതല പരപ്പളമായാലും, ഹെമിസ്ഫിയർ ആകുമ്പോൾ പാദപരപ്പളം ഇവിടെ ഉണ്ടാവുമല്ലോ, ഏത് അളവും ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. ബാക്കിയുള്ള കോൺസ്റ്റന്റ് ഒക്കെ കട്ട് ചെയ്ത് പോകും. വോളിയത്തിൻ്റെത് ഇതേപോലെ R1³ to R2³ ആണ്. ബാക്കി വരുന്ന 4/3 പൈ എന്നുള്ളത് കട്ട് ചെയ്ത് പോകും. കോമൺ ആയതുകൊണ്ട് രണ്ട് ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് പോകും. ഇങ്ങനെയാണ് റേഷ്യോ. അപ്പൊ ഇവിടെ R1 to R2 എന്നത് 2:3 ആണ്. What's the ratio of their volumes എന്നാണ്, ഏരിയാസ്. ഏരിയയുടെ റേഷ്യോ വരുന്നത് A1 to A2 എന്ന് പറഞ്ഞാൽ A1 to A2, ഏരിയ ഒന്നാമത്തെ A1 മറ്റത് A2 ആണ് എടുക്കുന്നതെങ്കിൽ അത് R1² to R2² ആണെന്നാണ് പറഞ്ഞത്. R1 എന്നുള്ളത് 2 ആണ്. ഇപ്പൊ 2² to 3², 4 to 9 ആണ് റേഷ്യോ വരിക. നെക്സ്റ്റ് വോളിയത്തിന്റെ റേഷ്യോ ഓഫ് ദർ വോളിയം V1 to V2, അത് R1³ to R2³ ആണ്. 2³ to 3³, 8 to 27 ആണ്. ഇനി ഫസ്റ്റത്തതിന്റെ വോളിയം ഒരു 800 ആണെങ്കിൽ സെക്കൻഡിന്റെ വോളിയം എത്ര ആയിരിക്കും എന്നാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. 8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 800 കിട്ടാൻ നോക്കാം? 100 കൊണ്ടാണ്. അപ്പൊ ഇവിടെ 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2700. ഇതാണ് സെക്കൻഡിന്റെ വോളിയം. ഓക്കെ, നമ്മള് 2 ചാപ്റ്റർ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഒന്ന് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ, മറ്റത് സോളിഡ്സ് എന്നുള്ളത്. ഇതിന് അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്ന ചോദ്യം. അപ്പൊ അതില് റേഡിയസ് ഓഫ് എ മെറ്റാലിക് സിലിണ്ടറിന്റെ റേഡിയസ് ശ്രദ്ധിക്കണം. ഇവിടെ കുറെ സാധനങ്ങൾ വരും. ചിലപ്പോൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ ഒരേപോലെ ആയിരിക്കും. സിലിണ്ടറിന്റെ റേഡിയസ് 12 ആണ്. അതിന്റെ ഹൈറ്റ് 18 ആണ്. ഇത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് എ കോൺ ഈസ് മെയ്ഡ് ബൈ, മെൽറ്റ് ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കുന്നു. അതിന്റെ കോണിന്റെ റേഡിയസ് 9 ആണ്. ഹൈറ്റ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഈ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്നതിൽ 2 കേസാണ്. ഒന്ന്, മെൽറ്റ് ചെയ്തിട്ട് ഒരു സാധനം മാത്രം റീകാസ്റ്റ് ചെയ്യുന്നു. ഒരു സാധനം മെൽറ്റ് ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു മെഷർ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഒരു സാധനം മെൽറ്റ് ചെയ്ത് കുറെ എണ്ണം ഉണ്ടാക്കുന്നു, ചെറുതാണ് ഉണ്ടാക്കണമെങ്കിൽ കുറെ എണ്ണം ഉണ്ടാവും. അങ്ങനെ കുറെ എണ്ണം ഉണ്ടാക്കണമെങ്കിൽ അത് നമ്പർ ആയിരിക്കും ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടിന്റെ ഒരളവ് ചോദിക്കുന്നതുകൊണ്ട് രണ്ടിന്റെയും വോളിയം ഈക്വൽ ആണെന്ന് എഴുതാം. അപ്പോ വോളിയം ഓഫ് കോൺ, വൃത്തസുബിയുടെ വ്യാപ്തം എന്നത് വോളിയം ഓഫ് സിലിണ്ടർ, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തത്തിന് ഈക്വൽ ആണെന്ന് എടുക്കുന്നു. ഇതിന് 1/3 പൈ ഇൻറ്റു R², 9², 9 × 9, H അറിയില്ല, അതാണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ πr²H ആണ്. അപ്പൊ പൈ ഇൻറ്റു ഇവിടുത്തെ റേഡിയസ് ഒക്കെ നമുക്ക് അറിയാം. പൈ ഇൻറ്റു റേഡിയസ് 12 ആണ്. അപ്പൊ 12 × H എന്നുള്ളത് 18. ഇതില് രണ്ട് ഭാഗത്തുനിന്നും പൈ കട്ട് ചെയ്ത് പോകുന്നു. 9നെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്താൽ 3 ടൈംസ് വരും. H കാണാന് ബാക്കിയുള്ളൊക്കെ അപ്പുറത്ത് എഴുതാണ്. 12 × 18 ഡിവൈഡഡ് ബൈ 3 × 9. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ആദ്യം കട്ട് ചെയ്ത് ചെറുതാക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടെ സിമ്പിൾ ആവും കണക്ക് ചെയ്യുമ്പോൾ. 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ടൈംസ് വരും. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ടൈംസ് വരും. അത് 12 × 4 × 2 എന്നുള്ളത് 8 വരും. ഇപ്പൊ 96 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ H ആയിട്ട് വരും. ഇതാണ്. ഇനി അടുത്ത് ചിലപ്പോ ഇത് മെൽറ്റ് ചെയ്തിട്ട് വേറെ ഒരെണ്ണമാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഇതുപോലെയാണ്. കുറെ എണ്ണം ഉണ്ടാക്കുകയാണെങ്കിലോ, അപ്പൊ നമുക്ക് വീണ്ടും ഒന്ന് ഇതൊക്കെ വരാം. ആദ്യം സിലിണ്ടറിന്റെ
R എന്നുള്ളത് 18 സെന്റിമീറ്റർ ആണ്. H എന്നുള്ളത് 12 സെന്റിമീറ്റർ ആണ്. R എന്നുള്ളത് അങ്ങോട്ട് മാറിപ്പോയി അല്ലെ. R എന്നുള്ളത് 12 ആണ്. R എന്നുള്ളത് 12 സെന്റിമീറ്റർ ആണ്. H എന്നുള്ളത് 18 സെന്റിമീറ്റർ ആണ്. ഇത് മെൽറ്റ് ചെയ്തിട്ട് സിലിണ്ടർ ഉരുക്കി ആരം 4 സെന്റിമീറ്ററും ഉയരം 9 സെന്റിമീറ്ററും ആയ എത്ര വൃത്തസ്തൂപികൾ ഉണ്ടാക്കാം? എത്ര എണ്ണം? അപ്പൊ എത്ര എണ്ണം ഉണ്ടാക്കാം? ചിലപ്പോ സ്ഫിയർ ഒക്കെ ചോദിക്കാം. എത്ര എണ്ണം ഉണ്ടാക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വലുതിന്റെ വോളിയത്തിനെ ചെറുതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ ഏതാണ് മെൽറ്റ് ചെയ്യുന്നത് അതിന്റെ വോളിയത്തിനെ, ഏതാണ് റികാസ്റ്റ് ചെയ്യുന്നത് അതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അവിടെ വോളിയം ഓഫ് സിലിണ്ടർ, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം ബൈ വോളിയം ഓഫ് കോൺ, വൃത്തസ്തൂപികയുടെ വോളിയം. ഇത് വൃത്തസ്തംഭത്തിന്റെ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ എച്ച്, പൈ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 18 ബൈ കോണിൻ്റെത് R എന്നുള്ളത് 4 ആണ്, H എന്നുള്ളത് 9 ആണ്. R എന്നുള്ളത് 4 ആണ്, H എന്നുള്ളത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച്, പൈ ഇൻറ്റു R എന്നുള്ളത് 4 ഇൻറ്റു 4 ഇൻറ്റു H 9. ഈ 9നെ 3 കൊണ്ട് കട്ട് ചെയ്യാതെ ഇവിടെ 3 ടൈംസ് വരും. പൈ കട്ട് ചെയ്തു, 12ഉം 4ഉം കൂടെ കട്ട് ചെയ്ത് 3 ടൈംസ്, ഈ 4ഉം 12ഉം കൂടെ കട്ട് ചെയ്ത് 3 ടൈംസ്, ഇതിലൊരു 3ഉം 3ഉം കൂടെ കട്ട് ചെയ്തു. ബാക്കി വരുന്നത് 3 ഇൻറ്റു 18 54 ആണ്. 54 എണ്ണം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷൻ 4 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി അടുത്ത സെഷന്റെ ക്ലാസ് വരുന്നത് ശനിയാഴ്ച രാത്രി 7 മണിക്കാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യുന്ന ഡൗട്ട് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ കഴിയില്ല. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കമന്റിന് പ്രൊവിഷനുള്ളൂ. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരു സെഷനോടുകൂടി നമ്മളത് കംപ്ലീറ്റ് ആവും. ശനിയാഴ്ച 7 മണിക്കൂറിൽ കൂടി സർക്കിൾസ്, ടാൻജന്റ്, സർക്കിൾ ആൻഡ് ലൈൻസ്, ടാൻജന്റ്, അതുപോലെ ചിത്രമൊക്കെ വരക്കുന്ന 3 ചാപ്റ്ററോട് ഒരുമിച്ച് നമ്മൾ അടുത്ത സെഷനോട് ഇത് കംപ്ലീറ്റ് ആവും. താങ്ക് യു. എല്ലാവരും ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചാപ്റ്റർ ഇങ്ങനെ കണ്ടാൽ പോരാ, ക്വസ്റ്റ്യൻ ഇങ്ങനെ കേട്ടാൽ പോരാ, നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ മൊത്തം വീഡിയോ ഒരുമിച്ചിട്ടാൽ മതിയായിരുന്നു. ഒന്നാമത്തെ സെഷൻ നിങ്ങൾ ചെയ്യുക, പഠിച്ച് കേട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഡൗട്ട്സ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ചെയ്യുക, ഇതും അതുപോലെ ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് നന്നായിട്ട് ചെയ്യുക. എല്ലാവരും സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതണം. ഓക്കെ, താങ്ക് യു.